അഭിവന്ധ്യായ അധ്യക്ഷ ഡോക്ടർ ഷാജിദ ബീവി, നമ്മുടെ പ്രിൻസിപ്പൽ, ഇവിടെ ഉദ്ഘാടനം ചെയ്തതാണ്. അധ്യക്ഷനായിരിക്കുന്നത് അഭിവന്ദനായ പ്രിയങ്കരനായ ഡോക്ടർ CM ദിവാകരൻ സർ. അക്കിത്തത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത് അഡ്വക്കേറ്റ് P. പരമേശ്വരൻ. കൂടാതെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ സുമി ജോയ് വലിയപ്പുറം, നന്ദി പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സരിത മഹേശ്വരൻ, PTA സെക്രട്ടറി ഡോക്ടർ MS മുരളി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വളരെ ആദരണീയരായിട്ടുള്ള അക്കിത്തത്തിന്റെ മക്കൾ 2 പേർ, കൂടാതെ മകളുടെ ഭർത്താവ്, ആകാശവാണിയിൽ എന്റെ സഹപ്രവർത്തകർ പിരിഞ്ഞുപോയെങ്കിലും സഹപ്രവർത്തകർ എന്നാണ് പറയണം. ശ്രീമതി തെന്നൽ, ഗീതാജി, ഗിരിജ, പിന്നെ ആകാശവാണിയിൽ എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, കൂടാതെ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ, ഇവിടുത്തെ അധ്യാപകർ, എല്ലാവർക്കും നമസ്കാരം. മഹാരാജാസ് എന്നത് ഞാനിപ്പോ എന്നോട് ഈ വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എഴുതി മഹാരാജാസ് ഒരു അത്ഭുതമാണ്. 2 വാചകമേ എഴുതിയുള്ളൂ. മഹാരാജാസ് ഒരു അത്ഭുതമാണ്. കാരണം അത് നമ്മുടെ ഈ മഹാരാജാസിൽ പഠിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമ്മൾക്ക് ഏതോ ഒരു കാലത്ത് നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന, നമുക്കൊരിക്കലും എത്തിച്ചേരാൻ പറ്റാതെ പോയ, അങ്ങനെ അതിനെക്കുറിച്ചാണല്ലോ നമുക്ക് മോഹം ഉണ്ടാവുക. അത്തരത്തിലൊരു മോഹമാണ് മഹാരാജാസ്. അവിടെ ഞാനിവിടെ മുമ്പ് വന്ന് സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് അധ്യാപകരുടെ ഒരു വിരമിക്കൽ ചടങ്ങിൽ എന്നെ ജോസഫ് ഇവിടെ ഹെഡായിരിക്കുമ്പോൾ എന്നെ വിളിച്ച് ഞാനിവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് പിന്നെ വരാൻ അവസരം ഉണ്ടാകുന്നത്. അത് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഇടയായി. ആകാശവാണിയിലാണ് എനിക്ക് ജോലി ചെയ്യുന്നതുകൊണ്ട് അക്കിത്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേക സന്തോഷം വരുന്നത് സ്വാഭാവികം. കാരണം അദ്ദേഹം അവിടെ ദീർഘകാലം പ്രവർത്തിച്ചു. പക്ഷെ ഞാൻ ആകാശവാണിയിൽ വെച്ചല്ല, അദ്ദേഹത്തെ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ്. ഈ മക്കളിൽ 2 പേര് ആരാണ് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. 1993 മറ്റോ ആണ്. ആകാശവാണിയിൽ അന്ന് എന്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്ന PP ശ്രീധരമണി എന്ന കവി, ശ്രീധരമണി മാഷി ഞാനും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. ഒരു ദിവസം രാവിലെ ആയിരുന്നു. അപ്പൊ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അദ്ദേഹം അവിടെ നിന്ന് രാവിലത്തെ ഭക്ഷണം തന്നു. അത് അടുക്കളയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഞങ്ങളെ കൂടി ഇരുത്തി എനിക്ക് ഭക്ഷണം തന്നു. അന്ന് അദ്ദേഹം എന്നെ ഓർക്കാനോ അറിയാനോ ഒന്നും ഒരു സാധ്യതയില്ല. എനിക്കന്ന് 26 വയസ്സാണ് പ്രായം. ഞാൻ വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരാൾ ആകാശവാണിയിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. കവിത എഴുതുന്നു എന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കാൻ സാധ്യത. പക്ഷെ അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല, ഒരു കവി, ഞാൻ അതിനകം തന്നെ കുറെ കവികളെ മലയാളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കണ്ടിട്ടുള്ള കവികളൊന്നും ഇങ്ങനെ എന്നോട് ഇത്രയും ലാളിത്യത്തോടെ പെരുമാറിയിരുന്നില്ല. വളരെ ഗൗരവപൂർവ്വം പെരുമാറുന്ന ധാരാളം കവികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. കവിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ധാരാളം ശ്രമങ്ങൾ നടത്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കവിയാണ് എന്ന് നമ്മളോട് ഒരിക്കലും ഭാവിക്കാതെ, നമ്മളോട് സമസ്ഥിതിയിലുള്ള ഒരാളോട് പെരുമാറുന്നത് പോലെ നമ്മളോട് പെരുമാറുകയും, നിലത്തിരുന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ കവിതകളിൽ പലതും വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കവിതകൾ വായിക്കാൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴും കവിതകൾ വായിക്കാൻ എടുക്കുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ കേൾക്കുമ്പോഴും എല്ലാം ഞാൻ ഈ ദൃശ്യം ഓർമ്മിക്കും. അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച് അവിടെ ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ച് ഈ ദൃശ്യം ഓർമ്മിക്കും. അപ്പോൾ ഈ വിമർശനത്തിന്റെയൊക്കെ ഗൗരവം കുറഞ്ഞ് അല്ലാതെ അത് അലിയില്ലാതാകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്ക് പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകളോടെല്ലാം പോയിട്ട് എനിക്ക് പറയാൻ നിർവാഹമില്ലല്ലോ. ഞാനിങ്ങനെ അക്കിത്തം എന്ന കവി ഇങ്ങനെയാണ് എന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല. പക്ഷെ പലരുടെയും മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ചുണ്ടായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് വളരെ ഗുരുതരമായിട്ടുള്ള
വളരെ ഗുരുതരമായി തെറ്റിപ്പോയ ഒരു പ്രതിബിംബം വളരെ കാലം അദ്ദേഹത്തിനുണ്ടായി. അതൊക്കെ നമുക്ക് ഈ നമ്മളുടെ സമൂഹത്തിൽ സംഭവിക്കും. കാരണം നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കുന്നത് ഒരിക്കലും ആ മനുഷ്യർ എന്താണ് എന്ന് അന്വേഷിച്ചിട്ടല്ല. ആ മനുഷ്യരെ കുറിച്ച് എനിക്ക് ബഹുമാനമുള്ളയാൾ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടാണ്. ഇപ്പൊ എന്നോട് എന്റെ അധ്യാപകൻ പറയുന്നു ഇയാൾ ശരിയല്ല എന്ന് പറയുന്നത്. എന്റെ മകൾ ഒരു ദിവസം എന്നോട് കോളേജിൽ പഠിക്കുന്ന മകൾ, ഡിഗ്രിക്ക് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന മകൾ എന്നോട് ഒരു ദിവസം വന്ന് പറഞ്ഞു, ഈ ഗാന്ധിജി തീരെ ശരിയല്ല എന്ന്. ഗാന്ധിജി തീരെ ശരിയല്ല. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എന്താ ഗാന്ധിജിക്ക് ശരിയല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കതെല്ലാം അച്ഛനോട് പറഞ്ഞു തരാൻ അറിയില്ല, പക്ഷെ എന്റെ സാറ് പറഞ്ഞു ഗാന്ധിജി തീരെ ശരിയല്ല എന്ന്. അപ്പോ ഇത് കൃത്യമായിട്ട് പിന്നെ പോയി അന്വേഷിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഗാന്ധിജി ഒരു ചീത്ത മനുഷ്യനായിട്ട് ഈ കുട്ടിയുടെ മനസ്സിൽ എല്ലാ കാലത്തും കാണും. അപ്പൊ അങ്ങനെ പരപ്രേരണ കൊണ്ട് മാത്രം കേരളത്തിൽ ആളുകളെ വിലയിരുത്തുകയും വിശ്വസിക്കുകയും ആളുകളെ മഹാന്മാരാക്കുകയും ചിലരെ മഹാന്മാരല്ലാതാക്കുകയും ചിലരെ അധമരാക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ, സാമുദായിക സംഘടനകളെല്ലാം ചിലരെ ചീത്തയാക്കുകയും ചിലരെ നന്നാക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് അഭികാമ്യമല്ലാത്തൊരു പ്രക്രിയയാണ് എന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. കാരണം അത് അഭികാമ്യമാണ് എന്ന് അവരവർ വിശ്വസിക്കുകയും ഒരിക്കലും അവരവർ വിശ്വസിക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരാശയഗതിക്ക് കടക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഒരിക്കലും ഇതല്ലാത്ത ഒരു ആശയഗതിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അവസരമുണ്ടാകില്ല. CM നീലകണ്ഠൻ മാഷ് വേദപഠനത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഈ മനുഷ്യരാശി അതിന്റെ പ്രാരംഭകാലത്ത് നമ്മുടെ കയ്യിൽ എഴുത്തുവിദ്യ ഇല്ലാതിരുന്ന ഒരു കാലത്ത്, നമുക്ക് അറിവ് രേഖപ്പെടുത്തി വെക്കാൻ ഒരു മാർഗവും ഇല്ലാതിരുന്ന കാലത്ത് ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളും അതിന്റെ അറിവിനെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് അത് സ്വാഭാവികമായിട്ട് അത് താളബദ്ധമായിട്ടുള്ള ഭാഷാ പദ്ധതിയിലൂടെയാണ് ഓർമ്മയിൽ സൂക്ഷിച്ചത്. അപ്പോൾ ഇന്ത്യയിലും അവിചാരിതമായി തന്റെ ഉള്ളിലേക്ക് വരുന്ന അറിവിന്റെ മിന്നലുകളെ എങ്ങനെ സൂക്ഷിക്കണം എന്നത് അന്വേഷിച്ചു പോയ ആളുകളും അതിനെ ധ്യാനിച്ച ആളുകളും അന്വേഷിച്ചപ്പോൾ അവരിലേക്ക് അത് താളബദ്ധമായ ഭാഷയായിട്ടാണ് പുറത്തേക്ക് വന്നത്, താളബദ്ധമായിട്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പൊ അവർ ആ അറിവിനെ താളബദ്ധമായിട്ട് സ്വീകരിച്ചു. ആ അറിവിനെ താളബദ്ധമായി സ്വീകരിച്ചിട്ട് അത് അടുത്ത ആളിലേക്ക് അത്ര തന്നെ താളബദ്ധമായി പകർന്നു. വേദങ്ങൾ അപൗരുഷേയങ്ങളാണെന്ന് പറയും. വേദങ്ങൾ ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയതല്ല, ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. മനുഷ്യൻ ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതോ ദൈവം വന്ന് മനുഷ്യർക്ക് വേദം പറഞ്ഞു കൊടുത്തു എന്ന നിലയിലേക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. അത് അപൗരുഷേയമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും അജ്ഞാതമായ വിധത്തിൽ അത് എന്നിലേക്ക് പ്രവേശിച്ചു നമ്മൾ വിചാരിച്ചാൽ. കവിത എഴുതുന്ന ആളുകൾക്കറിയാം, സ്വാഭാവികമായി കവിത അതിന്റെ എല്ലാ അർത്ഥത്തിലും പ്രചോദനത്തിന്റെ ഭാഗമായി കവിത ഉണ്ടാകുന്ന ആളുകൾക്കറിയാം, അവർ ആ കവിത അവരുടെ ഒരു ബാഹ്യ പ്രേരണ കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്, ഏതോ ഒരു സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ്. നമ്മൾ ഈ പഠിച്ച പദങ്ങളും വാക്യങ്ങളും അതിന്റെ വ്യാകരണ നിയമങ്ങളും ഒക്കെ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കെ നമ്മളിലേക്ക് ഏതോ ഒരു അചിന്ത്യമായിട്ടുള്ള അതിനെ നിങ്ങളെ പ്രാഥമികമായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞാൻ നിങ്ങളെ ഇതൊരു അതീന്ദ്രിയ സംഭവമാണെന്ന് പറയാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. അത്തരം ഒരു പ്രവർത്തനം നമ്മുടെ ഈ മസ്തിഷ്കത്തിൽ നടക്കാൻ വേണ്ട സംവിധാനം അതിനകത്ത് അന്തർലീനമാണ്. അതിനെ നിങ്ങൾ വികസിപ്പിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. അതിനെ വികസിപ്പിക്കാൻ ശ്രമിച്ച ആളുകളിലേക്ക് ആ അറിവ് അങ്ങനെ തന്നെ സന്നിവേശിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വേദങ്ങൾ ഉണ്ടാവുന്നത്. അതിലെ അറിവിനെ നിങ്ങൾ ഇപ്പോൾ പറയുന്ന നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ജ്ഞാനവ്യവസ്ഥ ഉപയോഗിച്ച് അതിനെ നമ്മൾ വിശകലനം ചെയ്താൽ അതിൽ ചിലത് ഉപേക്ഷിക്കേണ്ടതും ചിലത് സ്വീകരിക്കേണ്ടതുമായിട്ടുണ്ടാവും. അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. ആ തരത്തിലുള്ള നിഷ്കർഷയോടുകൂടിയ വിശകലനം വളരെ അത്യാവശ്യമാണ്. അത് ഇന്ത്യയിലെ വളരെ ഗുരുതരമായിട്ടുള്ള ജാതി വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഈ അറിവ് എല്ലാവരിലേക്കും വ്യാപിക്കാതെ ഇരിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതായിരുന്നു ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യം. ആ സാമൂഹിക സാഹചര്യത്തിന് ഭരണപരമായ പിന്തുണ കൂടി ലഭിച്ചപ്പോൾ അത് നിയമമായിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ ദർശനങ്ങളും അങ്ങനെയാണ്. എല്ലാ ദർശനങ്ങളും ആ ദർശനങ്ങൾക്ക് ജനപ്രീതി ഉണ്ടാകുമ്പോൾ ദർശനങ്ങൾ സ്വാഭാവികമായിട്ട് അതത് കാലത്തെ ഭരണകൂടങ്ങൾ ഈ ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുകയോ ദർശനങ്ങളെ ഏറ്റെടുക്കുകയോ ചില ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണകൂടം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ആ ദർശനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിയമങ്ങളായി മാറും.
അതുപോലെ വേദങ്ങളുടെ പ്രചാരത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അത് അപ്രാപ്യമായി തീർന്നു നിരവധി പേർ. ഇപ്പോ നീലകണ്ഠ മാഷ് പറയുന്നു അത് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ആർക്കും പ്രാപ്യമാകുന്ന വിധത്തിൽ വേദങ്ങൾ പഠിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ശുഭസൂചകമായിട്ടുള്ള കാര്യം. അതിൽ നിന്ന് എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്കേണ്ട എന്നത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയുമല്ലോ, അത് യഥേച്ഛസി തഥാ ഗുരു വിമർശിക്കുന്നത് അശേഷേണ യഥേച്ഛസി തഥാ ഗുരു എന്ന് പറയുമല്ലോ. നമ്മൾ എന്താണോ നമ്മളുടെ ഉള്ളിൽ സ്വീകരിക്കുന്നത് അതിനെ അങ്ങേയറ്റം വിമർശിച്ച ശേഷം യഥേച്ഛസി തഥാ ഗുരു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങനെ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങളെ കാണുന്ന ആളുകളായി മാറണം. അക്കിത്തത്തിന്റെ കവിത നമ്മൾ പഠിക്കുമ്പോൾ അക്കിത്തത്തിന്റെ കവിതയെ നമ്മൾ മനുഷ്യസ്നേഹത്തിന്റെ കവിതയായി അവതരിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ വലിയ വലിയ കാവ്യശകലങ്ങളോടൊപ്പം അക്കിത്തത്തിന്റെ കവിത ചിലപ്പോൾ പഠിപ്പിക്കപ്പെടുന്നുണ്ടാവില്ല. അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ ഇവിടുത്തെ MA മലയാളം വിദ്യാർത്ഥികൾക്ക് അക്കിത്തത്തിന്റെ എത്ര കവിതകൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ അക്കിത്തത്തിന്റെ ഒരു കവിതയെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എനിക്ക് സിലബസിനെ കുറിച്ച് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചതാണല്ലോ സിലബസ്. പഠിത്തമൊക്കെ പണ്ടേ നിർത്തിപ്പോയില്ലേ. അതിന്റെ നിരക്ഷരത എനിക്കുണ്ട് എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. പഠിത്തം പണ്ടേ നിർത്തിയതിന്റെ നിരക്ഷരതയുണ്ട് എനിക്ക്. ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അതികഠിനമായിട്ടുള്ള ആകുലതയുണ്ട്. എന്നെ ഗിരിജയാണ് നിർദ്ദേശിച്ചത്. ഗിരിജ എന്നെ ഇതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗിരിജ അത് ചെയ്തത്. അപ്പോ ഗിരിജ അത് ചെയ്തിട്ട് എന്നെ സരിത ടീച്ചറാണ് ആദ്യം വിളിച്ചതെന്ന് തോന്നുന്നു. സരിത ടീച്ചർ വിളിക്കുമ്പോൾ ഞാൻ ഈ ധർമ്മപുത്രർ എടുത്തിട്ടുള്ളത്, ധർമ്മപുത്രർക്കുള്ളതുപോലെ ഒരു ദൗർബല്യം എനിക്കുള്ളത്, ആര് ചൂതിന് വിളിച്ചാലും പോയി മത്സരിക്കുമെന്നുള്ളത് പോലെ ആര് പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാൻ പോകും. അത് എന്റെ ഒരു ദൗർബല്യമാണ്. ആ സമയത്ത് ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് ആലോചന തെല്ലുമില്ല. അപ്പോ ഞാൻ അക്കിത്തത്തിന്റെ എൻഡോമെന്റ് ലെക്ചർ എന്നൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. അക്കിത്തത്തെ കുറിച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ശരി സംസാരിച്ചേക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ മുമ്പ് പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ പേരൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നീട് വല്ലാതെ പരിഭ്രമിച്ചു. കാരണം ഇതിൽ ആത്മാരാമന്റെ അടുത്ത് എനിക്ക് അടുത്ത് പരിചയമുണ്ട് കേട്ടോ. ആത്മാരാമനൊക്കെ എന്തൊരു അഗാധമായ ജ്ഞാനമുള്ള ആളാണ്, എന്തൊരു ഉൾക്കാഴ്ച. ആ ഉൾക്കാഴ്ചയെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പുറത്തേക്ക് പ്രകാശിപ്പിക്കാനൊക്കെ കഴിവുള്ള ആളാണ്. അദ്ദേഹമൊക്കെയാണ് കഴിഞ്ഞ തവണത്തെയൊക്കെ എൻഡോമെന്റ് ലെക്ചർ നടത്തിയിട്ടുള്ളത്. ഈ രാജ്യത്ത് എല്ലാത്തിനും മൂല്യക്ഷയം വരുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. ഈ വർഷം ഇത് നടത്തുന്നത് ഞാനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കണം, ഓരോ കാര്യത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഇതുകൊണ്ട് വേറൊരു ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൽ അങ്ങനെ സാങ്കേതികമായി ഭാഷ പഠിക്കാത്ത, ഭാഷാ സിദ്ധാന്തങ്ങൾ പഠിക്കാത്ത, അതങ്ങനെ അക്കാഡമിക്കായിട്ട് ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ അക്കിത്തത്തിന്റെ കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാരന്റെ ഒരു വിശകലനമായി നമ്മളുടെ മുമ്പിൽ നിൽക്കും. ഞാൻ ധനതത്വശാസ്ത്രമാണ് പഠിച്ചത്, ഇക്കണോമിക്സ് ആണ് പഠിച്ചത് MA വരെ. EMS പറഞ്ഞതിന്റെ EMSന്റെ വേദപഠന കാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉപയോഗശൂന്യമായ കാലമായിരുന്നു. അത് വിശ്വസിക്കണോ വേണ്ടെന്നുള്ള വേറൊരു കാര്യം. പക്ഷെ ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു, ഞാൻ ധനതത്വശാസ്ത്രം പഠിച്ച അത്രയും കാലം എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉപയോഗശൂന്യമായ കാലമായിരുന്നു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. പക്ഷെ ഞാൻ അപ്പോഴെല്ലാം ഈ അന്വേഷിച്ച് നടന്നത് ഈ ഭാഷയെക്കുറിച്ചാണ്, മലയാളത്തെക്കുറിച്ച്. ആകാശവാണിയിൽ പ്രവേശിച്ചിട്ട് എനിക്ക് എന്റെ കാര്യം പറയാനുള്ള പ്രസംഗമല്ലെന്ന് എനിക്കറിയാൻ കേട്ടോ. എന്നാലും കുറച്ച് എന്റെ കാര്യം കൂടെ പറയാതെ എന്ത് പ്രസംഗം. അപ്പോ എനിക്കാണെങ്കിൽ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയതാണ് കേട്ടോ. എന്തൊരു ഭയങ്കര ജോലി. സെയിൽസ് ടാക്സിൽ എനിക്ക് ക്ലാർക്കായിട്ട് ജോലി കിട്ടിയാണ്. എന്റെ നാട്ടിലുള്ള എന്റെ അടുത്ത ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞു, ഇപ്പൊ സെയിൽസ് ടാക്സിൽ ചേർന്നോളൂ, ധാരാളം കൈക്കൂലി കിട്ടും. നീ അന്ന് 55 വയസ്സാണ്, നീ 55 വയസ്സാകുമ്പോഴത്തേക്ക് നീ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനികനായി തീരും എന്നെ പ്രലോഭിപ്പിച്ചാണ്. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് ആകാശവാണിയിൽ ജോലി കിട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് NP മുഹമ്മദിനെ കാണാം, കോഴിക്കോടാണ് ജോലി ചെയ്തത്. NP വാസുദേവനെ നേരെ കാണാം. അവിടെ ധാരാളം നടന്ന് ടൗൺ ഹാളിലേക്ക് ചെന്നാൽ ദിവസവും സാംസ്കാരിക സമ്മേളനമാണ്. സുകുമാർ അഴീക്കോട് എല്ലാ ആഴ്ചയും വന്ന് പ്രസംഗിക്കുന്നു. ഞാൻ തീരുമാനിച്ചു എനിക്ക് സെയിൽസ് ടാക്സ് ഓഫീസർ ആവണ്ടെന്ന് തീരുമാനിച്ചു, സെയിൽസ് ടാക്സിൽ പോകണ്ടെന്ന് തീരുമാനിച്ചു, എംപ്ലോയ്മെന്റ് ഓഫീസർ ആവണ്ടെന്ന് തീരുമാനിച്ചു, ആകാശവാണിയിൽ ഇങ്ങനെ നിന്നാൽ മതി എന്ന് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ നിന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കാൻ കഴിഞ്ഞത്. ഞാൻ സെയിൽസ് ടാക്സിൽ ഞാനിപ്പോ റിട്ടയർ ചെയ്തിട്ട് 4 വർഷമായി ഞാനിപ്പോ സെയിൽസ് ടാക്സിൽ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്നെ സെയിൽസ് ടാക്സ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങൾ എന്നെ അക്കിത്തം അനുസ്മരണത്തിന് ഇവിടെ ഗിരിജ ശുപാർശ ചെയ്യുമായിരുന്നു? ഒരിക്കലുമില്ല. ഞാൻ കൊച്ചി ആകാശവാണിയിൽ ജോലി ചെയ്യാൻ വന്നതുകൊണ്ടല്ലേ ഗിരിജയ്ക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോ വേണമെങ്കിലും ഏത് കുഴിയിലേക്ക് എടുത്തിടാൻ പറ്റിയ ഒരാളാണ് ഇയാൾ
എന്ന് മനസ്സിലാവാനിടയായത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏത് കവിയെ സംബന്ധിച്ചും നമ്മൾ വിചാരിക്കേണ്ടത്, ആ കവിയെ നമ്മൾ പരിശോധിക്കേണ്ടത്, നിങ്ങൾ ഈ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ടല്ലോ. കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഇത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് പോലെ നിങ്ങൾ കവികളെ പരിശോധിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മാനദണ്ഡം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഏത് കവിയെ പരിശോധിക്കുമ്പോഴും എന്താണ് മാനദണ്ഡം? ഇയാൾ എന്റെ പാർട്ടിക്കാരനാണോ എന്നതാണോ മാനദണ്ഡം? ഇയാൾ എന്റെ ജാതിയാണോ എന്നതാണോ മാനദണ്ഡം? ഇയാൾ എന്റെ മതത്തിലുള്ളതാണോ എന്നതാണോ മാനദണ്ഡം? ഇയാൾ വൃത്തത്തിൽ എഴുതുന്നു എന്നതാണോ മാനദണ്ഡം? ഇയാൾക്ക് കവിതയെ കയ്യിലില്ല എന്നതാണോ മാനദണ്ഡം? എന്നെല്ലാം നമ്മൾ ഏത് കവിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും തീരുമാനിക്കണം. പക്ഷെ എന്റെ ബലമായ വിശ്വാസം നമ്മൾ ഈ കവിക്ക് അസാമാന്യമായ പ്രപഞ്ചബോധം ഉണ്ടാവണം എന്നാണ് ഞാനെപ്പോഴും വിചാരിക്കുക. ഏത് കവിയെ പരിശോധിക്കുമ്പോഴും ഞാൻ വിചാരിക്കുക അയാളിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഗൗരവപൂർണമായ പ്രപഞ്ചബോധമുണ്ടോ എന്നാണ് പരിശോധിക്കുക. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാഹ്യപ്രപഞ്ചവും ഒരാന്തര പ്രപഞ്ചവും ഉണ്ട്. നമ്മൾ ബാഹ്യപ്രപഞ്ചം എന്ന് നമ്മൾ വിളിക്കുന്ന ഗാലക്സികളെ കുറിച്ചൊക്കെയുള്ള അത്തരം ബോധമുള്ള ഒരു പ്രപഞ്ചം, നമ്മൾ ജീവിക്കുന്ന ഏറ്റവും അണു മുതൽ അഖണ്ഡ കോടി താരാജാലങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഒരു പ്രപഞ്ചമെന്ന ഭൗതിക പ്രപഞ്ചത്തിന്റെ ഒരു ബോധം നമ്മളുടെ കയ്യിലുണ്ട്. ആ ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ആന്തര പ്രപഞ്ച ബോധം. കണ്ണടച്ചിരുന്നാൽ നമുക്ക് ഈ താരാഗോളങ്ങളെ ഉൾപ്പെടെയുള്ളതിനെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രപഞ്ചബോധം ഉണ്ടാവണം. അതിൽ ഏറ്റവും ചെറിയ പുഴുവിനും ജീവനുണ്ട് എന്ന് വിചാരിക്കുകയും അതിനും വ്യക്തിത്വമുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യണം. അക്കിത്ത് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ, കവിതയെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ ഇഴഞ്ഞു നടക്കുന്ന അട്ടയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇഴഞ്ഞു നടക്കുന്ന അട്ടയെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര മന്ദഗതിയാണ് അതിന്റെ സഞ്ചാരത്തിന്, അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലിക്ക് കറക്കുന്ന ചക്രം പോലെ അതിങ്ങനെ ചുരുണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പുഴുവിനെ കുറിച്ച് പറയുന്നു. അതൊരു കാഴ്ചയാണ്. നമ്മൾ എന്തിനെ കാണണം എന്ന് തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി അതുകൊണ്ടാണ് വലിയ വിഷാദങ്ങൾ ഉണ്ടാവുന്നത്. എന്തിനെ നമ്മൾ കാണണമെന്ന് വിചാരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് വലിയ വിഷാദങ്ങൾ ഉണ്ടാവുന്നത്. വലിയ വിഷാദങ്ങളെ അകത്തിട്ട് കടഞ്ഞിട്ടാണ് നിങ്ങളതിനെ ചിലപ്പോഴൊക്കെ ചിരിയായി, ചിലപ്പോഴൊക്കെ സന്താപമായി, ചിലപ്പോഴൊക്കെ ആഹ്ലാദമായി, ചിലപ്പോഴൊക്കെ വലിയ വേദാന്ത ബോധമായൊക്കെ പുറത്തേക്ക് വരുന്നത് നിങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ച വിഷാദത്തിനെ കടയുന്നത് കൊണ്ടാണ്. അക്കിത്തം അങ്ങനെ വിഷാദങ്ങളെ കടഞ്ഞ് നമുക്ക് പ്രകാശമാക്കി തന്ന കവിയാണ്. ആ പ്രപഞ്ചബോധമാണ് അതിന് അദ്ദേഹത്തെ സഹായിച്ചത്. ഏറ്റവും സൂക്ഷ്മമായ ജീവകോശത്തിന് പോലും പ്രപഞ്ചത്തിന്റെ മഹാഘടനയോട് അടുത്തു നിൽക്കുന്ന ഒരു ഘടന അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടായത് നമ്മൾ പലപ്പോഴും വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ പോകുന്ന ഈ വേദാന്ത ജ്ഞാനത്തിൽ നിന്നാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ആധുനിക ശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് തന്നെ വേദാന്തം പഠിച്ചു. വേദാന്തത്തെ ആഴത്തിൽ പഠിച്ചു, അതേക്കുറിച്ച് അന്വേഷിച്ചു, മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചു. അതിൽ നിന്നാവണം അദ്ദേഹത്തിന് ഏറ്റവും സൂക്ഷ്മമായ ജീവഗണികയിലും പ്രപഞ്ചത്തിന്റെ ഒരു ഘടന അടങ്ങിയിട്ടുണ്ട് എന്ന ബോധമുണ്ടാവാൻ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മളുടെ ഒരു അന്വേഷണമാണ്. ഏറ്റവും ചെറുതാണ് നമ്മുടെ ഭാവന. നമ്മൾ ഭാവന വിടർത്തണം എന്നാണ് നമ്മൾ പറയുക. നിങ്ങളുടെ ഭാവന വിടരട്ടെ എന്നാണ്. ഈ ഭാവന വിടർന്നിട്ട് നമ്മൾ ഏറ്റവും വിശാലമായതിനെ അന്വേഷിക്കലാണ് ഭാവന എന്നൊരു തോന്നൽ ആ പദത്തിൽ നിന്നുണ്ടാവും. ഈ ഭാവന വിടരുക എന്ന് പറയുന്നത്. പക്ഷെ ഭാവന ഏറ്റവും സൂക്ഷ്മമായതിലേക്ക് കൂടി കടന്നു ചെല്ലുന്ന ഒന്നായി തീരുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ കവിയായി തീരുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാവർക്കും വായിക്കാവുന്നത്, എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഈ അറിവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇത് എന്താണ്, ഋതുവായ പെണ്ണിന് നിരപ്പന് ദാഹകനും പതിതന് അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഇത് ആർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് എന്ന് പിൽക്കാലത്ത് എഴുത്തച്ഛൻ പറയാനിടയായത് ഇത് എല്ലാവരുടെയും ആധിയായതുകൊണ്ടാണ്. എല്ലാവരുടെയും ആധിയാണ്, എല്ലാവരുടെയും വിഷാദമാണ്. അത് കവികൾ നമ്മളിലേക്ക് അത് സംക്രമിപ്പിക്കുക ചെയ്യുന്ന എല്ലാ ഭാഷകളിലും. നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് ഭാഷയിലെ കവിയെയും എടുത്ത് പരിശോധിക്കാം. ആ കവികളെല്ലാം ഇത് നമ്മളിലേക്ക് സംക്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അക്കിത്തം പറയുന്നുണ്ട്, ഉദ്ദേശ്യപൂർവ്വം കവിത രചിക്കാനാവില്ല. ഉദ്ദേശ്യപൂർവ്വം രചിക്കപ്പെട്ടതല്ലാത്ത ഒരു വാക്കെങ്കിലും ഇല്ലാത്ത കൃതി കവിതയല്ല. ഇതിനർത്ഥം കലയിൽ സാഹിത്യത്തിൽ ലക്ഷ്യമില്ല എന്നാണ്. അല്ല, ലക്ഷ്യമുണ്ട്. അത് കവിക്കല്ല, കവിതയെ പ്രേരിപ്പിക്കുന്ന പ്രകൃതിക്കാണ്. അതിനെ തൽക്കാലം നമുക്ക് അജ്ഞേയത എന്ന് വിളിക്കാം. ആ അജ്ഞേയത പ്രത്യക്ഷ പ്രകൃതിയുടെ അന്തർഭാഗത്ത് എവിടെയോ ഉണ്ട് എന്ന് വ്യക്തിയുടെ അന്തസ്സത്തെ അറിയുന്നു.
വിവരിക്കാനാവാത്ത ഈ അറിയലിനെ വിവരിച്ച് മറ്റുള്ളവർക്ക് അറിയിക്കലാണ് കാവ്യരചന എന്ന പ്രക്രിയയുടെ ഫലം എന്ന് അക്കിത്തം പറയുന്നു. ഞാനീ പറഞ്ഞതാണ്, അജ്ഞേയമായതിനെ, നമുക്കറിയാത്തതിനെ അന്വേഷിച്ച് ചെല്ലാനുള്ള നിരന്തരമായ ആഗ്രഹത്തിൽ നിന്ന് കവിത ഉണ്ടാവുക. ഇത് നമുക്ക് അത്ര വേഗം മനസ്സിലാവണമെന്നില്ല. ഈ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവനിത് ഭവിക്കണം, ഇന്ന കാലം വേണം, അവശത ഭവിക്കണം, അർത്ഥനാശം വേണം എന്നൊക്കെ പറയുമല്ലോ. ആ പറയുന്നത് പോലെ അതിലടങ്ങിയിട്ടുള്ള വിധി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ആ വിധിക്ക് കാരണമായിട്ടുള്ള വലിയ ഒരു അജ്ഞാതമായ കാര്യം കൂടി നമ്മളുടെ ഉള്ളിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം. ഈ പ്രപഞ്ചബോധത്തിൽ നിന്നാണ് അക്കിത്തത്തിന്റെ വലിയ മനുഷ്യ സ്നേഹത്തിന്റെ പ്രകാശം ഉണ്ടായി വരുന്നത്. അപ്പോ ആ മനുഷ്യ സ്നേഹമാണ് അദ്ദേഹത്തിലുണ്ടായത്. ഈ മനുഷ്യ സ്നേഹവും പ്രപഞ്ചബോധവും എല്ലാം ഒത്തുചേർന്ന് ഒരാളിൽ കാണുക വളരെ അശക്യമാണ്, പലപ്പോഴും സാധ്യമല്ല എന്നതുകൊണ്ടാണ് നമ്മൾ അത്ര ഋഷിതുല്യരായ കവികളെ കാണാത്തത്. നമ്മുടെ ഈ കാറ്റിനും കടലിനും ഗിരിനിരയ്ക്കും മരത്തിനും മൃഗങ്ങൾക്കും മൃഗങ്ങൾക്കും പറവകൾക്കും എല്ലാം ദേവതാസ്ഥാനം നൽകുന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ് അക്കിത്തം വരുന്നത്. സകലത്തിനും ദേവതാസ്ഥാനം, എല്ലാത്തിനും ഉണ്ട് ദേവതാസ്ഥാനം. സകലത്തിനും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തിനും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പരമ്പരയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ആർജിത ബോധത്തെക്കാൾ അധികം അദ്ദേഹത്തെ ഇത് സ്വാധീനിച്ചു. ഇതൊരു സഹജാവബോധമാണ്. അക്കിത്തത്തെ ഏത് കള്ളിയിൽ ഒതുക്കി നിർത്തി നിങ്ങൾ അവിടെ കർട്ടൻ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചാലും, നമ്മൾ ഈ വെളിച്ചത്തെ മറയ്ക്കാൻ വേണ്ടി കർട്ടൻ ഇടുമ്പോൾ കർട്ടന്റെ ചെറിയ വിടവിലൂടെ വെളിച്ചം പുറത്തേക്ക് വരുന്നത് പോലെ നിങ്ങൾ അക്കിത്തത്തെ ഏത് കള്ളിയിൽ അവിടെ തളച്ചിട്ടിട്ട് അവിടെ കർട്ടൻ ഇടാൻ ശ്രമിച്ചാലും ആ കർട്ടന്റെ വിടവിലൂടെ അക്കിത്തം പ്രസരിപ്പിക്കാൻ ശ്രമിച്ച വെളിച്ചം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നു, വായുവില്ല, വെളിച്ചമില്ല, പായ നിർത്താൻ ഇടവുമില്ല, വിശ്വാമിത്രൻ പടച്ചുവിട്ട വിശ്വദ്രോഹി തൻ നടയിൽ ഞാനിരുന്ന് നരച്ചിടുന്നു, ഞാനിരുന്ന് കുരച്ചിടുന്നു. പഴയ വീട് എന്നാണ് കവിതയുടെ പേര്. അതിൽ ഒരു നഗരവാസത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്നയാളാണ് പറയുന്നത്. കഷ്ടമാണ് ഈ നരകവാസം, വിട്ടുപോകാനും വൈദിനെ, വീതിയിങ്കൽ ഞാൻ കണ്ടിരിപ്പു, വീടില്ലാത്തവർ എത്ര പേരെ, സ്വന്തമായൊരു വീടില്ലെങ്കിൽ സ്വർഗമാണോ മനുഷ്യജന്മം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ആ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആരാരെന്തു ഭാഷയിലും ആക്ഷേപങ്ങൾ എറിഞ്ഞിടട്ടെ, ജീർണമാം എന്റെ ദേഹം ഞാൻ ഈ കൊല്ലം പൊളിച്ചു നീക്കും, ചാരുവായി വിശാലമായി വേറിട്ടൊന്ന് പണി കഴിക്കും, തട്ടുയർത്തും ജനാല വയ്ക്കും, കിട്ടും അപ്പോൾ ഒരു ആത്മശാന്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലെ 2 വരികൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ സജീവ ശ്രദ്ധയ്ക്ക് സമർപ്പിക്കുന്നു. ഇതിലെ ഈ തട്ടുയർത്തും ജനാല വയ്ക്കും, കിട്ടും അപ്പോൾ ഒരു ആത്മശാന്തി എന്ന് പറഞ്ഞതാണ് അതിലെ സൂത്രവാക്യം. ഒരു കവിതയിലെ എല്ലാ വരികളും നമുക്ക് അതേപടി ആസ്വാദ്യമാവണം എന്ന് നിർബന്ധമില്ല. അത് ആസ്വാദകനെ സംബന്ധിച്ചിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഈ 2 വരികൾക്ക് അസാമാന്യമായ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തട്ടുയർത്തുന്നത് എന്തിനാണ്? നമുക്ക് നിവരാൻ വേണ്ടിയിട്ടാണ് തട്ടുയർത്തുന്നത്. മേലെ തട്ടാണ് എന്റെ മനസ്സിൽ. തട്ടുയർത്തും എന്ന് പറയുമ്പോൾ മേലെ തട്ടാണ്. നമ്മൾ കുനിഞ്ഞു മാത്രം കയറാവുന്ന, കുനിഞ്ഞു മാത്രം നിൽക്കാവുന്ന ഒരു സ്ഥലത്ത് ഞാൻ എന്റെ വീട് പൊളിച്ചു നീക്കിയിട്ട് അവിടെ തട്ടുയർത്തും. എനിക്ക് നിവർന്നു നിൽക്കാനുള്ള അവസരമുണ്ടാകും. ഞാൻ ജനാല വയ്ക്കും, വെളിച്ചത്തിന് കടന്നു വരാനും കാറ്റിനകത്തേക്കും പുറത്തേക്കും പോകാനും പാകത്തിൽ ഞാൻ ജനാല വയ്ക്കും. നമ്മൾ തട്ടുയർത്തുകയും ജനാല വയ്ക്കുകയും ചെയ്താൽ നമ്മളുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ തട്ടുയർത്തില്ല, നമ്മൾ ജനാല വയ്ക്കില്ല. വെച്ചാൽ തന്നെ ജനാല തുറക്കില്ല. നമ്മളുടെ ഭയം പുറത്തുനിന്ന് മറ്റൊരു കാറ്റ് അകത്തേക്ക് കടന്നു വരുമോ എന്നതാണ് നമ്മളുടെ ഭയം. നമ്മളുടെ ഉള്ളിലുള്ള കാറ്റ് പുറത്തു പോകുന്നതിനേക്കാൾ പുറത്തു നിന്നൊരു കാറ്റ് അകത്തേക്ക് വരാൻ അനുവദിക്കില്ല എന്ന ബോധ്യത്തിന് നേരെയാണ് അക്കിത്തം ഇത് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ വൈലോപ്പിളി അറിയാതെ വരാൻ കാരണം, ഇത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഡൽഹിയിൽ നീറി നിൽക്കിയിലെ വാസ്തവനാളം എന്ന് പറഞ്ഞതുപോലെ ഇതിലൊരു വാസ്തവനാളം ഇങ്ങനെ നീറി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ തറവാടുകൾ ജീർണിച്ചും ക്ഷയിച്ചും നിലകൊള്ളുന്നത് ഇങ്ങനെയല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ വിചാരിക്കണം, സകല മതങ്ങളും സകല പ്രത്യയശാസ്ത്രങ്ങളും അത് ജീർണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, അതിന്റെ തട്ടു ഉയരുന്നില്ല, അതിന് ജനാല വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ആത്മപരിശോധനയ്ക്കുള്ള അവസരം അദ്ദേഹം കണ്ടെത്തുന്നു. ഇതങ്ങനെ പരക്കെ പരാമർശിച്ചിട്ടുള്ള കവിതയാണെന്ന് ഞാൻ കാണുന്നില്ല. അപ്പോ ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് കണ്ടെത്തിയ ആർക്കമെഡീസാണ് ഞാൻ
എന്ന് വിചാരിക്കാൻ എനിക്ക് ധാരാളം സാധ്യതയുണ്ടായി. കാരണം ഈ കവിത അങ്ങനെ പരക്കെ പരാമർശിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ കവിതകളുടെ കാര്യത്തിൽ ഞാനിപ്പോ ഇവിടെ ഈ വിഷയത്തിന്റെ ഞാൻ ഈ വിഷയം നീലകണ്ഠ മാഷിനോട് എന്ത് വിഷയം വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പരിമിതികൾ കണ്ടിട്ട് മാഷ് പറഞ്ഞു ഇവിടെ അക്കിത്തം കവിതകളിലെ കാവ്യ ഭംഗി അങ്ങനെ ഒരു വിഷയം. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അത് മതിയോ, എന്തും പറയാനുള്ള മനോഹരമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ വേണം. അക്കിത്തം കവിതയിലെ മനുഷ്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കിയുള്ളതൊക്കെ പറയാൻ പറ്റാതെ പോകും. അപ്പൊ ഇങ്ങനെ ഈ വിഷയത്തെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു സ്വാതന്ത്ര്യമുണ്ടായി. പക്ഷേ ഇതൊക്കെ പറയാനുള്ള ബുദ്ധി എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ല. ഈ കവിത, അദ്ദേഹത്തിന്റെ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സാമാന്യമായ അർത്ഥത്തിൽ നിന്ന് അതീത യാഥാർത്ഥ്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കവിത പോയി കൊടുക്കുന്നതാണ്. മലയാളത്തിൽ നല്ല ഗംഭീരമായിട്ടുള്ള നാടൻ ജീവിതത്തെക്കുറിച്ചുള്ള കവിതകൾ എഴുതിയത് അക്കിത്തമാണ്. നമ്മൾ അക്കിത്തത്തിന്റെ അത്തരം കവിതകളൊന്നും വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്റെ വിശ്വാസം ഒരു പാഠപുസ്തകത്തിലോ ഒന്നുമില്ല എന്നാണ്. പഴയ കാലത്തെ മനുഷ്യന്റെ ഏറ്റവും ദരിദ്രമായ സാധാരണ ജീവിതത്തെക്കുറിച്ച് മലയാളിയോട് ഏറ്റവും ഹൃദ്യമായി പറഞ്ഞത് അദ്ദേഹമാണ്. അതൊക്കെ പഠിച്ചാൽ നമ്മളുടെ കുട്ടികൾ നന്നായി പോകും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇതൊന്നും വെക്കാത്തത്. നന്നായി പോവുക എന്നത് എന്തൊരു അപകടകരമായ കാര്യമാണ് എന്നാണ് ഈ സിലബസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ വിചാരം. ഞാൻ അധ്യാപകനല്ലാത്തതുകൊണ്ട് അധ്യാപകരെ കുറിച്ച് എന്തും പറയാം. അധ്യാപകരായിരിക്കുന്ന ആളൊക്കെ അത് പറയാൻ ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് ഈ ഗാലറിയുടെ കളി കാണുമ്പോൾ നമുക്ക് ഈ അടിച്ച പന്ത് ശരിയായില്ല, ഈ പന്ത് ഇടതുവശത്തുകൂടിയാണ് കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്ന് നമുക്ക് സാക്ഷാൽ മെസ്സിയോട് പോലും പറയാം. ഗോളടിക്കുന്ന പാട് അയാൾക്കേ അറിയാവൂ എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ ഞാൻ പറയുന്ന ഇതൊക്കെ സിലബസിൽ ഉൾപ്പെടുത്താൻ എന്തുകൊണ്ടോ ഒരു മടി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ മർത്യസഹജമായ ഒരു വിപരീതാന്വേഷണത്തിനും അപ്പുറം ഒരു സാധ്യതയുണ്ട് അക്കിത്തത്തിന്റെ കവിതയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മിക്ക അന്വേഷണങ്ങളും നമ്മുടെ കാവ്യ ജീവിതത്തിലെ മിക്ക അന്വേഷണങ്ങളും വളരെ വ്യക്തിനിഷ്ഠമാണ്. നമ്മുടെ അന്തരാത്മാവ് നമ്മളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഉപാദാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സകലതും അന്വേഷിക്കുക. അപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങളെ എന്താണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം? നമ്മളുടെ കുഞ്ഞുങ്ങളെ മലയാളം വേണ്ടതുപോലെ പഠിപ്പിക്കാതെ വളരെ ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവസാനം അവര് ഡിഗ്രിക്കോ മറ്റോ എത്തുമ്പോഴാണ് അവർ ഗൗരവമുള്ള മലയാളം കാണുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് വലിയ അമ്പരപ്പുണ്ടാവും. ഈ മലയാളം കാണുമ്പോൾ അവർക്ക് അമ്പരപ്പുണ്ടാവും. അവർക്ക് ഈ പഴയ ഭാഷയൊന്നും പരിചയമില്ല. അവർക്ക് മലയാളത്തിലെ പല പദങ്ങളും അവരെ സംബന്ധിച്ചിപ്പോ തീരെ പ്രസക്തമല്ല. കോയിലി കവിതയിൽ പറഞ്ഞതുപോലെ തെച്ചിമന്ദാരം, തുളസി എന്നൊക്കെയും എത്ര കഠിന പദങ്ങൾ ഇതിൽ എന്ന് വരുന്ന നൂറ്റാണ്ടിൽ ഒരു ദിവസം ഒരാൾ പറയുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾ ഈ കവിതകളൊക്കെ കാണുമ്പോൾ ഇതിനകത്ത് എവിടെയും അവർക്ക് പരിചിതമായ പദങ്ങളൊന്നും ഇല്ലാതെ വരികയും അതവർക്ക് അന്വയിക്കാൻ അറിഞ്ഞുകൂടാതെ വരികയും അവരിതിന്റെ മുമ്പിൽ അമ്പരന്ന് നിൽക്കുകയും ചെയ്തിട്ട് അവര് കിട്ടുന്ന പാഠപുസ്തകങ്ങളിൽ നിന്നോ നോട്ട് പുസ്തകത്തിൽ നിന്നോ പഠിച്ചിട്ട് പരീക്ഷ എഴുതി ജയിക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആകാശവാണിയിൽ ഒരു അനൗൺസർമാരുടെ ഒരു പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു കുട്ടി വന്നപ്പോ അതിന്റെ മാർക്കൊക്കെ നോക്കിയപ്പോൾ ഇംഗ്ലീഷാണ് വിഷയം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പൊ അതിന്റെ വിഷയം ഇംഗ്ലീഷിൽ അതിന് 1ാം ക്ലാസ് മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിനോട് ഞാനുമായി ഇന്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു ഇംഗ്ലീഷിൽ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഷേക്സ്പിയർ ആണെന്ന് പറഞ്ഞു. ഷേക്സ്പിയറെ ഇഷ്ടപ്പെടാത്ത ഇംഗ്ലീഷുകാരില്ലല്ലോ. അപ്പോ അതിനോട് ചോദിച്ചു ഏതൊക്കെ കൃതികൾ വായിച്ചിട്ടുണ്ട് അറിയാം എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു കുറെ കൃതികൾ പറഞ്ഞു. മാക്ബത്ത്, ഒഥല്ലോ, അങ്ങനെ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ജൂലിയസ് സീസർ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ അതിനോടൊരു കൗതുകത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു ഈ ഒഥല്ലോയിലെ നായകൻ ആരാണെന്ന്. അപ്പൊ സത്യമായ ആ കുട്ടിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ നിങ്ങളോട് പ്രസംഗത്തിന്റെ ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല, അതിന് അറിഞ്ഞുകൂടായിരുന്നു. ഒഥല്ലോയിലെ നായകൻ ആരാണെന്ന് ചോദിച്ചിട്ട് ആ കുഞ്ഞിന് അറിഞ്ഞുകൂടാ. അപ്പൊ 1ാം ക്ലാസ് കിട്ടിയതല്ലേ, അപ്പൊ എങ്ങനെയാണ് പഠിക്കുകയെന്ന് ചോദിച്ചാൽ പറഞ്ഞു പരീക്ഷ എടുക്കുമ്പോൾ കുറച്ച് നോട്ടുകളൊക്കെ കിട്ടും, അത് വെച്ചിട്ടാണ് പഠിക്കുക. അപ്പോ നാടകത്തിലേക്ക് പ്രവേശിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇതെങ്ങനെയോ പഠിച്ചത് എഴുതിയിരിക്കണം 1ാം ക്ലാസ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനാ കുട്ടിയെ നമ്മൾ എങ്ങനെ കുറ്റം പറയുന്നത് ഞാൻ ആലോചിച്ചു. ചെറിയ പ്രായം മുതൽ നമ്മൾ പഠിച്ചു വരണം. നേരത്തെ ഇവിടെ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ നമ്മൾ അക്കിത്തത്തിന്റെ ആണോ അല്ലയോ എന്നറിയാമെന്ന് നമ്മൾ നിരന്തരമായിട്ട് നമ്മളുടെ ജീവിതത്തോടുള്ള നിർമ്മമത വെളിവാക്കാൻ നമ്മൾ എപ്പോഴും പറയും എന്റെ ഈ കൊമ്പനാനകൾ എന്ന് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്നില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അല്പസ്വല്പം പഠിച്ചിട്ടുള്ള ആളുകൾ അപ്പോ തന്നെ പറയും എന്റെ ഈ കൊമ്പനാനകൾ. പിന്നെ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല. ആനകൾ പ്രത്യേകം പേര് പറയാത്തതുകൊണ്ട് ഇന്നാരുടെയാണെന്ന് പറയാൻ നമുക്ക് ബാധ്യതയില്ലല്ലോ.
പക്ഷെ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടില്ല. ഈ വരികൾ അക്കിത്തത്തെ കൊണ്ട് എഴുതിച്ചത് അക്കിത്തത്തിന്റെ അസാമാന്യമായിട്ടുള്ള ഒരു പൂർവ്വകാല ബോധ്യങ്ങളും ബന്ധങ്ങളുമാണ് അത് എഴുതിയിട്ടുള്ളത്. അതേക്കുറിച്ച് പറയുമ്പോൾ ഞാൻ NV വിജയകൃഷ്ണൻ വടക്കുംപാട് നാരായണന്റെ ഒരു പുസ്തകത്തിൽ MP വിജയകൃഷ്ണൻ അദ്ദേഹമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ അതിൽ ചോദിക്കുന്നുണ്ട്, ഈ കവിത എഴുതിയത് ആകാശവാണിയിലെ ജീവിതവുമായി ബന്ധപ്പെട്ടല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആകാശവാണിയിൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസർമാരെന്ന് ഈ ഔദ്യോഗിക ശ്രേണിയിൽ അധികാര സ്ഥാനങ്ങളുള്ള ആളുകളല്ല. പ്രൊഡ്യൂസർമാർ പരിപാടി പ്രൊഡ്യൂസ് ചെയ്യും, സ്ക്രിപ്റ്റ് എഴുതും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അധികാര ശ്രേണിയിൽ വേറൊരു സംവിധാനം നിലവിലുണ്ടായിരുന്നു. പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പലരും ആകാശവാണിയിൽ അക്കിത്തം പ്രശസ്തനാണല്ലോ, പക്ഷെ അവിടെ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ തീരെ പ്രശസ്തനല്ലോ. അപ്പൊ അക്കിത്തത്തിനോട് ധാരാളം പേര് ആകാശവാണി കാണാൻ പറ്റുമോ, ആകാശവാണി ഈ പരിപാടി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഔദ്യോഗിക സംവിധാനത്തിൽ ഇരിക്കുന്ന ആൾക്ക് അക്കിത്തത്തിന് കിട്ടുന്ന പോപ്പുലാരിറ്റി ഒരു അസ്വസ്ഥതയായി തീർന്നിരിക്കാൻ എല്ലാ സാധ്യതയുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ഒന്ന് ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കും. നമുക്ക് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ പോപ്പുലറായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇയാൾ ഒന്ന് കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്ഥിതി പോപ്പുലർ ആവുന്നുണ്ടെങ്കിൽ ഏതോ വളഞ്ഞ വഴി കൂടെയാണ് നമ്മൾ തീരുമാനിക്കും. നമ്മൾ സ്വകാര്യമായിട്ട് പറയാം അവൻ പോപ്പുലർ ഒക്കെ ആവുന്നില്ല, ഇപ്പോൾ ചെറിയ തട്ടിപ്പുകളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് എന്ന് നമ്മൾ പറയും. അവാർഡിനെ വിശ്വസിക്കാത്തതുപോലെയാണ്. നമ്മൾ അവാർഡ് കിട്ടിയാൽ അപ്പോൾ നമ്മൾ നോക്കും അതിന്റെ ജഡ്ജിങ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്, നമ്മൾ നോക്കിയിട്ട് അപ്പോൾ തന്നെ തീരുമാനിക്കാം ഇയാൾ മറ്റൊരുടെ ആളാണ്, അതുകൊണ്ട് കിട്ടിയതാണെന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു തോന്നലുണ്ട്. അത് ആ കാലത്തും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെയുള്ള നിരവധി നിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ വേദന കൂടി ഈ കവിതയിൽ കലർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയും. പക്ഷെ അത് മാത്രമല്ല, ആ കവിതയൊക്കെ നമ്മൾ അങ്ങനെ കുറച്ചു കാണാൻ പാടില്ലല്ലോ. അക്കിത്തത്തിന് ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണെന്ന് നമ്മൾ പറയാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ എങ്ങനെ കുറച്ച് നമ്മൾ കാണേണ്ടതില്ല. അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് എത്തിച്ചേരുക എന്നാണ് ആ കവിത നമ്മളോട് പറയുന്നത്. ഒരാൾ എങ്ങനെയാണ് എന്റെ എല്ലി കൊമ്പനാനകൾ, എന്റെ ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് എത്തിച്ചേരുക എന്നാണ് ആ കവിത നമ്മളോട് പറയുന്നത്. ആ ഒരു നിർമ്മമതയിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട്. ചിലർക്ക് ജന്മനാ തന്നെ നിർമ്മമരായി തീരാൻ വേണ്ട ചില ബീജങ്ങൾ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാവും. ഞാനൊക്കെ ശങ്കരാചാര്യരുടെ കാര്യം പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ തന്നെ ഈ നിർമ്മമതയിലേക്ക് പ്രവേശിക്കും. പക്ഷെ എല്ലാവർക്കും ആ നിർമ്മമത അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അനുഭവങ്ങളിലൂടെ നിർമ്മമതയിലേക്ക് എത്തുന്ന നിരവധി ആളുകളുണ്ട്. അപ്പൊ അക്കിത്തത്തിന്റെ ഈ കഥാപാത്രം അത് ഈ മഹാദുഃഖം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് വരുന്നത്. നമ്മൾ ഒരുപാട് വരികൾ ഇങ്ങനെയാണല്ലോ ഉദ്ധരിക്കുന്നത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പറഞ്ഞാൽ ഏത് കവിതയിൽ എപ്പോൾ എങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല, നമ്മളൊന്ന് പറയുകയല്ലേ ചെയ്യാം. കന്യമാർക്ക് നവാനുരാഗങ്ങൾ, കമ്രശോമ സ്ഫടിക വളകൾ, ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് എന്ന് വൈലോപ്പിള്ളിയുടെ കവിത പറയുമ്പോൾ നമ്മൾ പ്രണയഭംഗം വരുമ്പോഴും പെൺകുട്ടികളെ നിഷ്കരണം ഉപേക്ഷിക്കുന്നതിനുള്ള മാർഗമായിട്ട് നമ്മൾ ഈ കവിത ഉദ്ധരിക്കുകയാണല്ലോ ചെയ്യുക. അല്ലാതെ അത് സത്യം പറഞ്ഞാൽ അതിന്റെ വിപരീതോക്തിയിലാണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈ പെൺകുട്ടിയെ ചതിക്കാൻ വേണ്ടി ഇമ്മാതിരി ന്യായങ്ങൾ ഉന്നയിപ്പു ഞാൻ തത്വനിരകൾ എന്ന് തൊട്ട് പുറകെ പറയുന്നു. വിഷമം എടുക്കില്ല. അപ്പൊ ആ തരത്തിലാണ് ഈ എന്റെ ഈ കൊമ്പനാനകൾ കേരളത്തിൽ വളരെ വ്യാപകമായി പ്രചരിച്ചത്. അപ്പോ ഈ മനുഷ്യന്റെ ദുരിതം അക്കിത്തത്തെ പോലെ ഒരു കവി മലയാളത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. അതിൽ പറയുമല്ലോ, എൻ മഹാസൗധത്തിനുള്ളിൽ പരിങ്ങിടും അമ്മയും അച്ഛനും പൊന്നനുജത്തിയും, പൊന്നനുജത്തി തന്നെ അന്ധകാരങ്ങളിൽ മിന്നുന്ന കണ്ണുനീർ ചൂടിനലകളായി എന്നുള്ളിൽ വിങ്ങിത്രസിക്ക പുറത്തളത്തിനകത്തെ തഴപ്പായി ഏകാഗിയായി ചമ്രം പടിഞ്ഞിരുന്നോർത്തേം ഇതിൽ പരം ശുംഭനായി പാപിയായി പാഷണ്ഡവൃത്തിയായ ആടുള്ളൂ പക്ഷി മൃഗാദികൾ പോലും ധർമ്മധീരർ ഉത്കൃഷ്ടരും അടുത്തു നിൽക്കവേ. എന്റെ അടുത്ത് നിൽക്കുമ്പോൾ പക്ഷി മൃഗാദികൾ പോലും ഈ എന്നേക്കാൾ ധർമ്മനിഷ്ഠയുള്ളവരും ജീവിക്കാൻ കൊള്ളാവുന്നവരുമാണ്. എന്നെപ്പോലെ ശുംഭനും നിഷ്ഠുരനും പാപിയുമായിട്ടൊരാൾ ആരുണ്ട് എന്ന് ഈ കുടുംബജീവിത പ്രാരബ്ധങ്ങളുടെ മഹായാതന ഞെരുക്കിയിട്ടൊരാൾ അയാളുടെ ഉള്ളുരുക്കി പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് പറയുന്നത്. ഇങ്ങനെയൊക്കെ മലയാളത്തിൽ എത്ര സ്ഥലത്ത് ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മറ്റ് വായിച്ച കവിതകൾ വെച്ച് ആലോചിച്ചു നോക്കണം. ഇത് നമ്മളെ ഇങ്ങനെ നീറി പിടിക്കുന്ന തരത്തിലാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന് നമ്മളിപ്പോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒരാൾ ആലോചിച്ചാൽ ഉടനെ തന്നെ അയാൾക്ക് ഡിപ്രഷനാണെന്ന് പറയാൻ നമ്മൾ അപ്പോൾ തന്നെ ചികിത്സിക്കുകയും ചെയ്ത് ഉടൻ തന്നെ ഇത് മാറ്റും.
ഇത് നിലനിന്ന് അടുത്ത വരി എഴുതാൻ നമ്മൾ ഇടയാക്കില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് വലിയ കവിതകൾ ഉണ്ടാക്കിയത്. നമുക്ക് ചെറിയ ഡിപ്രഷൻ തോന്നി അപ്പോൾ തന്നെ മരുന്ന് വാങ്ങി കഴിച്ചിട്ട് അക്കിത്തത്തെ പോലൊരു കവി ഇനിയും ഉണ്ടാവാൻ ഇടയില്ല. കാരണം സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും വല്ലാത്ത ആധിക്യം ഉണ്ടായിട്ട് നമ്മൾക്ക് ഒരു സങ്കടവും വരാത്ത വിധത്തിൽ ജീവിക്കാൻ പോകുന്ന ഒരു കാലമായതുകൊണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു മേൽശാന്തിയായിട്ട് ഗതികേടുകൊണ്ട് അദ്ദേഹം ഒരു മേൽശാന്തിയായിട്ട് ജോലി ലഭിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഉപ്പിനും ചോറിനും വേണ്ടിയിട്ട് അന്യന്റെ ചൊൽപ്പടിക്ക് എന്നെ ബലി കൊടുക്കുന്നു ഞാൻ എന്നാണ്. ഉപ്പിനും ചോറിനും വേണ്ടിയിട്ട് ഞാൻ എന്നെ ബലി കൊടുക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അദ്ദേഹത്തിന് ഒരു മേൽശാന്തിയാവുന്നതിന്റെ ആസ്തിക്യ പ്രേരിതമായിട്ടുള്ള ഒരു ആഹ്ലാദമില്ല. ദേവനെ പ്രാർത്ഥിക്കാം, അദ്ദേഹത്തെ പൂജിക്കാം, അതുകൊണ്ട് എനിക്കുണ്ടാകുന്ന ആത്മീയോത്കർഷത്തിന് ഞാൻ വിധേയനാവാം എന്ന് പറയുന്ന ഒരു ചിന്തയല്ല ഉള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഊരാളന്റെ നിർദ്ദേശത്തിൽ അദ്ദേഹം നൊന്നിട്ട് സ്വയം പറയുന്നുണ്ട്, ആമാശയത്തിൽ അകപ്പെട്ട സൂചി പോൽ അന്തരംഗത്തിൽ പുലർന്നിത കണ്ണുനീർ എന്ന്. ആമാശയത്തിൽ അകപ്പെട്ട സൂചി, ഇങ്ങനെ ഒരു ഉപമ മലയാളത്തിൽ നിങ്ങൾക്ക് വരെ കാണിച്ചു തരാം. ആമാശയത്തിൽ അകപ്പെട്ട സൂചി, ഒരു സൂചി ആമാശയത്തിൽ കുടുങ്ങിപ്പോയിട്ട് ഒരാൾ അനുഭവിക്കുന്ന വ്യഥ എന്താണെന്ന്. കവിത നമുക്ക് ചിന്തിക്കാനുള്ളതാണ്, കവിത നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. ആമാശയത്തിൽ സൂചി അകപ്പെട്ടു എന്ന് അക്കിത്തം പറയുമ്പോൾ നമ്മൾ ആമാശയത്തിൽ സൂചി അകപ്പെട്ടു അല്ലേ, എത്ര വലിയ ആശുപത്രികളാണുള്ളത്, ഒന്ന് ഓപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതല്ലേ എന്ന് ആലോചിക്കുന്ന ആൾക്കുള്ളതല്ല കവിത. ആമാശയത്തിൽ സൂചി അകപ്പെട്ടാൽ ഉണ്ടാകുന്ന അസാമാന്യമായ വ്യഥ സ്വയം അനുഭവിക്കുന്ന, വായിച്ചനുഭവിക്കുന്നവന് വേണ്ടിയിട്ടുള്ളതാണ് കവിത. അതിൽ നിന്നാണ് അദ്ദേഹം, അവിടെ നിന്നാണ് അദ്ദേഹം പറയുന്നത്, ഈ കുട്ടികൾ ചെന്ന് ആനവാല് ചോദിക്കുമ്പോൾ, ഈ മേൽശാന്തിയല്ലേ, അപ്പൊ ആനവാല് ചോദിക്കുമ്പോൾ ഈ ആനയുടെ കൂടെ ഉടമസ്ഥൻ ഇദ്ദേഹമായിരിക്കുമെന്ന് കുഞ്ഞുങ്ങൾ ധരിക്കുമല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടിട്ട് ആനയുടെ വാല് വേണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്റെ അല്ല ഈ കൊമ്പനാനകൾ, എന്റെ അല്ല ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന് പറയുന്നു. ഈ പറയുന്ന നിർവേദത്തിലേക്ക് എത്തുന്നതിന്, ഈ അനാസക്തിയിലേക്ക് എത്തുന്നതിന്, ഈ മഹാജീവിത ദുരിതത്തിന്റെ ഒരു മുൻഭാഗം ഒരു ചരട് പോലെ അങ്ങോട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്ത് വെച്ചാണ് നമ്മൾ ഈ കവിത ശരിയായി മനസ്സിലാക്കുന്നത്. ഇത് മാത്രം ഉദ്ധരിച്ച് നമ്മൾ ചെറിയ കവിതയൊക്കെ വായിക്കുന്ന ആളുകളാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് രക്ഷപ്പെട്ടിട്ട് കാര്യം. ഇതന്ന മമ, അതാണ് ഉപനിഷത്ത് പ്രോക്തമായിട്ടുള്ളത്. മാഗൃഹ കസ്യ സിദ്ധനം എന്നൊക്കെ പറയുന്ന ഉപനിഷത്ത് പ്രോക്തമായിട്ടുള്ള വാക്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ രസം ലഭിക്കാതെ പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരാർജിത സംസ്കാരം എങ്ങനെയാണ് നമ്മളുടെ അനുഭവ തലത്തിൽ കവിതയായി പിറക്കുന്നത് എന്ന് അക്കിത്തം നമുക്ക് കാണിച്ചു തന്നു. ഈ കവിതയിൽ മാത്രമല്ല, അനേകം കവിതകളിൽ അതങ്ങനെ കാണിച്ചു. സ്വതന്ത്രമായ ജീവിതം, സ്വതന്ത്രമായ ബുദ്ധി, സ്വതന്ത്രമായ ഭാഷ, സ്വതന്ത്രമായ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് അക്കിത്തം എല്ലാ കാലത്തും ചിന്തിച്ചു. മലയാളത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ ഉദ്ഘാതാക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അക്കിത്തത്തിന്റെ പേര് ആ ലിസ്റ്റിൽ പെടുത്തുമോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. പക്ഷേ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യന്റെ എല്ലാ കാലത്തെയും പാരതന്ത്ര്യത്തെക്കുറിച്ച് മലയാളത്തിൽ ഇത്രയേറെ ആഴത്തിൽ ചിന്തിച്ചിരുന്ന ഒരാളില്ല എന്ന് അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷമെങ്കിലും നമ്മൾ പറയണ്ടേ. ജീവിച്ചിരുന്ന കാലത്ത് ഒരാളും അദ്ദേഹത്തെ ആ തരത്തിലൊന്നും വിശേഷിപ്പിച്ച് അദ്ദേഹത്തിന് ചെറുതായിട്ടൊരു സന്തോഷം പകർന്നു കൊടുക്കാൻ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നിരൂപകരോ അങ്ങനെയുള്ള ആളുകളോ ഒക്കെ ശ്രമിച്ചോന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചരമാനന്തരമെങ്കിലും നമ്മളത് പറയണ്ടേ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചയാൾ, നമ്മൾ ഈ സ്നേഹം 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 എന്നിടക്കിടക്ക് ആവർത്തിക്കുന്ന പദങ്ങളല്ലല്ലോ സ്നേഹത്തെ പ്രേരിപ്പിക്കുക. എനിക്ക് നിന്നോട് പ്രണയമാണ് എന്നൊരു 50 തവണ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അവിശ്വസിക്കാൻ അതാണ് മതിയായ കാരണം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിന്നോട് സ്നേഹമാണ്, എനിക്ക് നിന്നോട് സ്നേഹമാണ്, ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന് പറയുന്നവനാണ് ഭൂലോക കള്ളൻ എന്ന് ഒരുമാതിരി സ്നേഹത്തിൽപ്പെട്ട് ഒന്ന് പഴകിപ്പോയിട്ടുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ സ്നേഹം സ്നേഹം മർത്യസ്നേഹം മർത്യസ്നേഹം എന്നിടയ്ക്കിടെ ആവർത്തിക്കാതെ അക്കിത്തം മർത്യസ്നേഹത്തിന്റെ മഹാഗാഥകൾ നമ്മളുടെ മുമ്പിൽ രചിച്ചു വെച്ചു. അത് നമ്മൾ അറിയണം. അതാണ്. അപ്പൊ ബാല്യകാലത്തെ ചിത്രരചന നടത്തിയിരുന്ന ആളാണ്. ബാല്യകാലത്ത് ചിത്രരചന നടത്തിയിരുന്നതിൽ നിന്ന് ഒന്ന് മറ്റൊന്നിനെ ജയിക്കുന്നത് പോലെ അദ്ദേഹത്തിലേക്ക് അക്ഷരം സന്നിവേശിക്കാം. അദ്ദേഹത്തിന്റെ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തെ വിളിച്ച് ഇടശ്ശേരിയുടെ എടുത്തുകൊണ്ടാക്കിയിട്ട് ഇടശ്ശേരി ഇതിൽ കവിത ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി വേണ്ട പ്രോത്സാഹനം കൊടുത്ത് ഒരു കവിയാക്കി മാറ്റിയെടുക്കുകയാണ്. അതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. നമുക്കതിനുള്ള യോഗമുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് ഇന്ത്യക്കാർ പറയും. അത് അങ്ങനെ സംഭവിക്കും. നമുക്കങ്ങനെ സംഭവിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ അക്കിത്തം
ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അനുജനെ പോലെ വലിയ ചിത്രകാരനായി വേറൊരു സ്ഥലത്ത് അദ്ദേഹം വലിയ തരത്തിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നിരിക്കണം. പക്ഷെ അദ്ദേഹം വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുന്നവനായി തീരുകയാണ് ചെയ്തത്. മലയാളത്തിലെ വാങ്മയ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച വാങ്മയ ചിത്രങ്ങളിൽ പലതും അക്കിത്തത്തിന്റേതാണെന്ന് നമ്മൾ ഓർക്കണം. വളരെ വലിയ വാങ്മയ ചിത്രങ്ങൾ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കാൽപ്പനികതയുടെ അംശം വളരെ കുറച്ചു മാത്രമുള്ള, തീരെ ഇല്ല എന്ന് നമ്മൾ പറയുന്ന, കാൽപ്പനികതയുടെ അംശം തീരെ ഇല്ല എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് ജീവിതത്തിന്റെ യഥാർത്ഥ ചിത്രം വരച്ചു വയ്ക്കാൻ അക്കിത്തം വളരെ ഗാഠഗാഠം പരിശ്രമിച്ചു. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, അതേക്കുറിച്ച് പറയാതെ അദ്ദേഹത്തെ പറയുക നമുക്ക് സാധ്യമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ പറയുമല്ലോ, അരിവെക്കുന്ന തീയിൽ ചെന്ന് ഈയാപ്പാറ്റ പതിക്കയാൽ പിറ്റേന്ന് ഇടവഴിക്കുണ്ടിൽ കാണുന്നു ശിശു ശവങ്ങളെ എന്ന് പറഞ്ഞതിൽ എങ്ങനെയാണ് ഈ അരിവെക്കുന്ന തീയിൽ ചെന്ന് ഈയാമ്പാറ്റ പതിക്കുന്നത് പ്രയോഗത്തെ കുറിച്ച് അന്വേഷിക്കാൻ വയോധികനായ ഒരു അതിഥി അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ തേടിച്ചെന്നു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കുറിപ്പുകളിൽ കണ്ടു. അങ്ങനെ ഒരാൾ തേടിച്ചെന്നു അത്രേ. അങ്ങനെ കവിത അന്വേഷിച്ചിരുന്ന ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ VM ഗിരിജയുടെ വീട്ടിൽ എത്ര ആളുകൾ കവിത എഴുതിയിട്ട് ഇതിലെ വരി എന്താണെന്ന് അന്വേഷിച്ച് എത്ര പേര് വരുന്നുണ്ട്. CR നീലകണ്ഠനെ കാണാൻ ധാരാളം പേര് വരുന്നുണ്ടാവും. VM ഗിരിജയുടെ കവിത ഇതാണെന്ന് അന്വേഷിച്ച് എത്ര പേര് ചെല്ലുന്നുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ കവിത എഴുതുന്നു. എന്റെ കവിതയിലൊന്നും ഒരാൾ അന്വേഷിച്ചും എന്റെ അടുത്ത് എന്താ ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചു വന്നിട്ടില്ലായിരുന്നു. അഥവാ അങ്ങനെ തോന്നിയാൽ തന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ച് ഇയാളെ മഹാനാക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കും. ഇയാൾ ചോദിക്കുന്നത് വഴി ഇയാൾ കവിയാണെന്ന് ബോധ്യമുണ്ടായിട്ട് അങ്ങനെ അതിന്റെ കാര്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നത് പ്രസിദ്ധീകരിച്ചു വന്ന് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന മഹത്തായിട്ടുള്ള കൃതിയായി മാറി. എന്തുകൊണ്ട് മഹത്തായിട്ടുള്ള കൃതിയായി മാറി? ആ കൃതിയാണ് കേരളത്തിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള കൃതി. അത് വായിച്ചവരൊന്നും വേണ്ടതുപോലെ വായിച്ചില്ല. എല്ലാ കൃതികളെയും അതിന്റെ പുറത്ത് കാണുന്ന പ്രയോഗങ്ങൾ വെച്ച് വിലയിരുത്താൻ വേണ്ട ഒരു പ്രത്യേക സിദ്ധി നമ്മൾ നേടിയിട്ടുള്ളത് കൊണ്ട് എല്ലാ കൃതികളെയും പുറത്തു മാത്രം വിലയിരുത്തുന്ന അവസ്ഥ ഉള്ളതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിമർശിക്കാനിടയത്. അല്ലെങ്കിൽ അതിനെ അങ്ങനെ വിമർശിക്കേണ്ടതില്ല. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നത് വർത്തമാന കാലത്തിന്റെ, ആ കാലത്തിന്റെയും ഈ കാലത്തിന്റെയും നാളെ വരാനുള്ള കാലത്തിന്റെയും യഥാർത്ഥ ചിത്രം വരച്ചു. എല്ലാ കവിതയിലും അത് സാധ്യമല്ല, എല്ലാ എഴുത്തുകാർക്കും അത് സാധ്യമല്ല. നമ്മൾ എന്തുകൊണ്ടാണ് നേരത്തെ ഇവിടെ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് കാളിദാസനെ വായിക്കുന്നത്? കാളിദാസനെ എന്തുകൊണ്ടാണ് വായിക്കുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ടായാലും അല്ലാതെയും കാളിദാസനെ ധാരാളം പേര് എന്തുകൊണ്ടാണ് വായിക്കുന്നത്? എന്തുകൊണ്ടാണ് മഹാഭാരതത്തെ ആധാരമാക്കി ഇപ്പോഴും കൃതികൾ ഉണ്ടാവുന്നത്? ഏറ്റവും കൂടുതൽ രാജശ്രീ ഇപ്പോ ആത്രേയകം എന്ന് പറയുന്ന കൃതി എഴുതിയത് മഹാഭാരതത്തെ ആധാരമാക്കിയിട്ടാണ്. അതിനകത്ത് ബാക്കി ഭാഗങ്ങളൊക്കെ വളരെ സ്വതന്ത്രമായി എഴുതിയതാണെങ്കിലും അതിലെ ആ കൃതിയുടെ ഒരു ആധാരം സ്വീകരിച്ചിരിക്കുന്നത് മഹാഭാരതത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? ആ കൃതികൾ കാലം, അതിന്റെ എഴുതിയ കാലത്തിനും അതിന്റെ ഭാവി കാലത്തിലേക്കും അതിന്റെ ഭൂതകാലത്തിലേക്കും ഒരേ സമയം അത് നിൽക്കും. ഈ വാമനൻ എന്ന അവതാരത്തിന് ത്രിവിക്രമൻ എന്ന് കൂടി പേരുണ്ടെന്ന് പറയും. വേദങ്ങളിലൊക്കെ ത്രിവിക്രമൻ എന്നാണ് പരാമർശിക്കാറ്. 3 പാദങ്ങൾ വയ്ക്കുന്നതാണ്. ത്രിവിക്രമനാണ് 3 പാദങ്ങൾ വയ്ക്കുന്നത്. നല്ല കവിതകൾ അങ്ങനെ 3 പാദങ്ങൾ വയ്ക്കും. അത് ഭൂതകാലത്ത് ഒരു പാദം വയ്ക്കും, അതിന്റെ ചുവട് വർത്തമാനകാലത്തിലേക്കും അത് ഭാവിയിലേക്കും ഒരു പദം വയ്ക്കും. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി ആ തരത്തിൽ ഭാവി കാലത്തിലേക്ക് ഒരു പദം വെച്ച കൃതിയാണ്. അതിന്റെ എന്താണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ സത്ത എന്ന് ചോദിച്ചാൽ, ഏത് മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഏത് സംഘടിത പ്രസ്ഥാനങ്ങൾക്കും എതിരെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഏത് പ്രസ്ഥാനം സംഘടിതമായിട്ട് അത് മനുഷ്യത്വവിരുദ്ധമായി പെരുമാറുന്നു അവർക്ക് നേരെ മുമ്പിൽ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. നിർബന്ധപൂർവം അതിന്റെ അങ്ങനെ പെരുമാറുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ ബലം പ്രയോഗിച്ചുകൊണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം പഠിപ്പിച്ചു കൊടുക്കണം. അതെല്ലാ കാലത്തെയും സംഘടിതമായ അനീതിക്കെതിരെയുള്ള പുസ്തകമാണ്. അത് ഏതെങ്കിലും ഒരു അക്കിത്തത്തിന്റെ കാലത്ത് അക്കിത്തം അത് മനസ്സിലാക്കുമ്പോൾ അന്നത് ആ വളരെ പാർട്ടിസാനായി പെരുമാറിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അതിനാധാരമായതെങ്കിൽ അതിനെ നിങ്ങൾ അങ്ങനെ മാത്രം കാണേണ്ടത്. അതിനും അപ്പുറത്തേക്ക് അതിനൊരു ജീവിതമുണ്ട്. അതിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ തിരിച്ചറിവിലാണ് ഇതിന്റെ അസ്ഥിവാരം ഉറപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഭൂമിയിൽ എല്ലാവർക്കും സമസ്ത ജീവികൾക്കും പരസ്പരം സ്നേഹിച്ചെങ്ങനെ കഴിയാം എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ്. എങ്ങനെ പരസ്പരം സ്നേഹിച്ച് കഴിയാം എന്നതിന്റെ ആ തിരിച്ചറിവിലാണ് അതിന്റെ അസ്ഥിവാരം ഉറപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ആ കവിതയിൽ പറയുമല്ലോ,
ആ മഹാനഷ്ടമോർത്ത് കുലുങ്ങിക്കരയുന്നു ഞാൻ എന്ന് പറയുമല്ലോ. കുലുങ്ങിക്കരയാൻ പ്രേരിപ്പിച്ച തിരിച്ചറിവ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. കുലുങ്ങിക്കരയുക. നിങ്ങൾ കുലുങ്ങിക്കരഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? എനിക്കറിഞ്ഞൂട. എത്ര പേര് കുലുങ്ങിക്കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂട. ഉറക്ക കരയുന്നത് അപരിഷ്കൃതമായ ഒരു സ്വഭാവമാണ് എന്ന് നമ്മൾ കാലാന്തരത്തിൽ പഠിച്ചിട്ടുണ്ട്. വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ എന്താണ്, നാടന്മാർക്കത്രേ ഗ്രഹഛിദ്രത്തിൽ വാചാടോപം, നാഗരികർക്കോ മൂക ശീതസങ്കടം മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്കാരം പഠിച്ച് നഗരവൽകൃതമാകുമ്പോൾ നമ്മൾ ഉറക്ക കരയാനുള്ള ഒരു ശേഷി നഷ്ടപ്പെടും. നമ്മൾ പാടില്ലാത്തതാണെന്ന് വിചാരിക്കും, നമ്മൾ അടക്കും. പക്ഷേ ഈ കുലുങ്ങി കരയുന്നു. ഈ കരച്ചിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ അക്കിത്തത്തിന്റെ കവിതയിൽ ഞാൻ പറയുന്നത് പൂർണ്ണമായും ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിനെ വിമർശിക്കണമല്ലോ. മനസ്സിൽ നിങ്ങൾ വിമർശിക്കുമ്പോൾ അതിനെ നിഷേധിക്കാം. നിങ്ങൾക്ക് ഈ കുലുങ്ങിക്കരയുന്നത് എല്ലാ കാലത്തെയും അനീതി ചെയ്ത, ദുർനയം നടപ്പാക്കിയ, സംഘടിതമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിച്ചിട്ടുള്ള പുരുഷന്മാരാണ് കരയുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. ഈ കുലുങ്ങിക്കരയുന്നത് ഒരു പുരുഷന്റെ എന്താണ്, അയാളുടെ ആത്മവിചാരത്തിന്റെ ഭാഗമായി, അയാൾക്കുണ്ടായ പശ്ചാത്താപത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് അതിന്റെ ക്രൂര യാഥാർത്ഥ്യങ്ങൾ, മനുഷ്യരാശിയോട് ഈ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ക്രൂര യാഥാർത്ഥ്യങ്ങൾ ആലോചിച്ചിട്ട് കുലുങ്ങിക്കരയുന്നതാണ്. അതാണല്ലോ നേരത്തെ ഇവിടെ പ്രാർത്ഥന ഗാനമായിട്ട് ആലപിച്ചത്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, കുതിക്കുകയാണ് എന്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഇതാണ് കരയിച്ചത്. ഈ ആലോചനയാണ് കരയിച്ചത്. ഇങ്ങനെയാണ് എന്റെ ഒരു കണ്ണീർക്കണം സൗരമണ്ഡലം ഉണ്ടാക്കുകയും എന്റെ ഒരു പുഞ്ചിരി നിത്യനിർമ്മല പൗർണമിയായി തീരുകയും ചെയ്യും എന്ന് പറയുന്നിടത്താണ് അതിന്റെ ഈ കരച്ചിലുണ്ടാവുന്നത്. അങ്ങനെ എപ്പോഴാണോ ആ ബോധം ഉണ്ടാവുന്നത് അവിടെ വെച്ച് കരച്ചിലുണ്ടാവും. ഈ മാനുഷാദ എന്ന് പറയുന്നത് ഇതുപോലൊരു സംഭവമാണല്ലോ. എന്തുകൊണ്ടാണ് വാൽമീകിക്ക് അവിടെ വെച്ച് ഈ സങ്കടം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, വാൽമീകി അപാര മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, വാൽമീകിക്കുമുണ്ട് നിരന്തരം ഹത്യകൾ നടത്തിയിരുന്ന ഒരു ഭൂതകാലം. നിരന്തരം ഹത്യ നടത്തിയിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്ന് ബോധോദയമുണ്ടായി. ആ ഹത്യ നടത്തുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ഹത്യ ശരിയല്ല എന്ന ബോധോദയത്തിൽ നിന്നാണ് മാനുഷാദ ഉണ്ടാകുന്നത്. അതുപോലെയാണ് ഈ മനുഷ്യൻ. ഈ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലെ നായകനായ മനുഷ്യനും അങ്ങനെ നിരവധി ഹത്യകളുടെ പശ്ചാത്തലത്തിൽ അയാൾക്ക് ഇത് ഈ എന്താണ് സൗരമണ്ഡലം ഉദിക്കും എന്റെ ഒരു പുഞ്ചിരി കൊണ്ട് എന്നും, അയാൾക്ക് അങ്ങനെ എന്താണ് ഒരു പുഞ്ചിരി കൊണ്ട് നിത്യനിർമ്മല പൗർണമി ഉണ്ടാകുമെന്നും, ഒരു കണ്ണീർക്കണം പൊഴിച്ചാൽ അതിൽ നിന്ന് സൗര ദീപ്തി ഉണ്ടാകുമെന്നും മനസ്സിലാകുന്ന തിരിച്ചറിവിന്റെ ഭാഗത്താണ്. അയാളെ പൂർവ്വകാലത്തെ ഹത്യകളാണ് അയാൾ അതിന് വാൽമീകിയും അത് തന്നെയാണ് പ്രേരിപ്പിച്ചതെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ ഭൂതകാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള അനേകം കൊലപാതകങ്ങളാണ് ഒരു കാട്ടാളൻ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരിഗണനകളില്ലാത്ത കൊലപാതകം. നമ്മുടെ ഈ പരിഗണനയോടുകൂടി കൊലപാതകം നടത്തുന്നവരും പരിഗണനയില്ലാതെ രണ്ടും കുറ്റകൃത്യമാണ്. പക്ഷെ പരിഗണനയില്ലാതെ നടത്തുന്ന കൊലപാതകം ഉണ്ടല്ലോ. നമുക്ക് ഒരു മർഡർ ഇൻ കോൾഡ് ബ്ലഡ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആളുകളെ അങ്ങനെ തണുത്ത രക്തത്തിൽ കൊല്ലാൻ കഴിയുന്ന തരത്തിലുള്ള മാനസികാവസ്ഥ ഉണ്ടാവുക. ആ മാനസികാവസ്ഥയ്ക്കെതിരായിട്ടാണ് അക്കിത്തം ഈ കവിത എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അറിഞ്ഞിയിൽ ഇത്ര നാളും ഞാൻ ഈ ദിവ്യ പുളകോദ്ഗമം എന്ന് പറയാൻ കഴിഞ്ഞത്. ഈ കാലം ഇത്രയും ഞാൻ ഈ ദിവ്യമായ പുളകോദ്ഗമം ഞാൻ അറിഞ്ഞില്ല. ഈ രോമാഞ്ചം ഇങ്ങനെ ഉണ്ടായി വരുന്ന, ഈ പുളകം ഉണ്ടായി വരുന്ന ഈ മഹത്തായിട്ടുള്ള മാനസികാവസ്ഥ സംജാതമാക്കാം എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ശാശ്വതവും വിശുദ്ധവുമായിട്ടുള്ള പൗർണമി 15 ദിവസത്തിലൊരിക്കൽ വൃത്തിക്ഷയം ഉണ്ടാകുന്നതല്ല, നിത്യനിർമ്മല പൗർണമിയാണ്. 15 ദിവസത്തിലൊരിക്കൽ മെലിഞ്ഞു വന്ന് ഇല്ലാതെയായി തീർത്തും അന്ധകാരമാവുകയും അടുത്ത ദിവസം മുതൽ മെല്ലെ തെളിഞ്ഞു വന്ന് വീണ്ടും പൂർണ്ണചന്ദ്രനാവുകയും ചെയ്യുന്ന അത്തരം അതിനെ ഒരു കുറ്റകൃത്യത്തോട് നിങ്ങൾ ചേർത്ത് വെച്ചാൽ അത് ഇടയ്ക്കിടെ നമ്മൾ പാപം ചെയ്യുകയും അതിൽ നിന്ന് വെളിച്ചമുണ്ടാവുകയും വീണ്ടും പാപത്തിന്റെ അന്ധകാരത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ചക്രമാണ്. പകരം ഈ വെളിപാടുണ്ടായി കഴിഞ്ഞിട്ടുള്ള നിത്യനിർമ്മല പൗർണമിയാണ്. അതെല്ലാ കാലത്തും ഉദിച്ചു തന്നെ നിൽക്കുന്നു. കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ സദാഭാവി നിരന്തരം. കാക്കശ്ശേരി ഭട്ടതിരി സന്ധ്യാവന്ദനം നടത്തുന്നില്ല എന്ന് പോയിട്ട് സാമൂതിരിയോട് പരാതി പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചു നിർത്തുമ്പോൾ അദ്ദേഹം പറയുമല്ലോ, ഞാൻ മറന്നുപോയല്ലോ ശ്ലോകം, ഹൃദാകാശേ ചിദാദിത്യ സദാഭാവി നിരന്തരം ഉദയാസ്തമയവും നസ്ത കഥം സന്ധ്യാമുപാസ്മഹ എന്ന് ചോദിക്കല്ലോ. എന്റെ ഈ ഹൃത്താകുന്ന ആകാശത്തിൽ
അങ്ങനെ ഈ സദാഭാവി നിരന്തരം എല്ലാ സമയത്തും ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് സന്ധ്യാവന്ദനം നടത്തുന്നത് എന്ന് ചോദിച്ചതുപോലെ അത്തരം ഒരു നിത്യപ്രകാശം ഉണ്ടാവണമല്ലോ. മനുഷ്യൻ അങ്ങനെ ഒരു നിത്യപ്രകാശം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചെഴുതിയ കൃതിയാണ്. അപ്പോ അതിന് തൊട്ടു മുമ്പുള്ള കുറെ കൊള്ളരുതായ്മകളെ, മനുഷ്യൻ നടത്തിയിട്ടുള്ള കൊടുമകളെ കുറിച്ച് എഴുതേണ്ടി വരുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് എന്നതുകൊണ്ട് ആ ഇടയ്ക്കുള്ള കുറച്ചു ഭാഗങ്ങൾ എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടത്. ഈ നിത്യനിർമ്മല പൗർണമി അതിനെ ആക്ഷേപിച്ച ഒരാളുടെയും ഹൃദയത്തിൽ ഉലാവിയില്ല. ഈ നിത്യനിർമ്മല പൗർണമി ഉലാവണമായിരുന്നു, അത് ഉലാവിയില്ല. അങ്ങനെ അത് ആ കാലത്ത് അതിനെ വിമർശിച്ചവർ, അതിനെ എന്താണ് ഈ കവിതയെന്ന് മനസ്സിലാക്കിയവർ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താവുമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. പക്ഷെ അങ്ങനെ ആലോചിക്കാൻ നമുക്ക് ആലോചിക്കുക മാത്രമേ പാടുള്ളൂ എന്നതുകൊണ്ട് ഞാനത് ആലോചനയിൽ അവിടെ നിർത്താൻ നിർബന്ധിതനാകുന്നു. സ്വർഗവും നരകവും പാതാളവും ഭൂമിയും അതിലെ പല പല ഖണ്ഡങ്ങളാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഒടുവിലെ വേറിട്ട് നിൽക്കുന്ന 2 ശ്ലോകങ്ങളിൽ നമ്മൾ എത്തും. ജീവിത പ്രേമമേ നിന്റെ പുരുഷൻ നെഞ്ചിലാഴവേ, പശ്ചാത്താപ വശസ്സാമി നിണം വാർന്നൊഴുകിയിടവേ, പറ്റേ ക്ഷീണിപ്പിനാത്മാവിൽ നീലരക്തഞരമ്പുകൾ സുഖമുണ്ടെന്ന് മുച്ചൂടൊന്ന് ഉറങ്ങി ഉണരാവു ഞാൻ എന്നാണ് അതിന്റെ അവസാനത്തെ ശ്ലോകം. ഈ ആദ്യത്തെ ശ്ലോകങ്ങളെ നമ്മൾ അവസാനത്തെ ശ്ലോകങ്ങളുമായി നേരിട്ടൊന്ന് അന്വയിച്ച് വായിച്ചു നോക്കണം. ഈ നേരത്തെ പറഞ്ഞ ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ചെലവാക്കവേ, കുടിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്ന നിത്യനിർമ്മല പൗർണമി എന്ന പദങ്ങളുമായി നിങ്ങൾ ഇതിനെ ഒന്ന് അന്വയിച്ചു നോക്കണം. ജീവിത പ്രേമമേ നിന്റെ കുരിശൻ നെഞ്ചിലാഴവേ, പശ്ചാത്താപ വചസ്സാമി നിണം വാർന്നൊഴുകിയിടവേ, പറ്റ ക്ഷീണിപ്പിനാത്മാവിൽ നീലരക്ത ഞരമ്പുകൾ സുഖമുണ്ടെന്ന് മുച്ചൂടൊന്ന് ഉറങ്ങി ഉണരാവു ഞാൻ എന്നിങ്ങനെ. ഇത് നമ്മളുടെ മനസ്സിന്റെ ചക്രമായി തീരുമ്പോഴാണ് നമ്മൾ ഈ കറുത്തവാവും വെളുത്തവാവും വരുന്നത് പോലെ നമ്മുടെ നിഗ്രഹോത്സുകതയും അതിൽ നിന്ന് മോചനം നേടി മനുഷ്യസ്നേഹവും അങ്ങനെ മാറി മാറി വരുന്നതിന് പകരം ഇതിങ്ങനെ നിരന്തരം സംഭവിക്കുമ്പോഴാണ് മനുഷ്യന്റെ മഹാമോചനം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം ദർശിച്ചു. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടുള്ള എന്റെ നിർബന്ധം, ഇത് നിങ്ങൾ ഇപ്പോഴെന്നോട് തർക്കിക്കാൻ നിൽക്കരുത്, പകരം നിങ്ങൾ പിന്നീട് വായിച്ചതിന്റെ ആഴത്തിലേക്ക് പോകണമെന്നാണ്. സമൂഹത്തെ കുലുങ്ങിക്കരയും വിധം പിടിച്ചു കുലുക്കി ഈ വരികൾ എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. മലയാളിയുടെ സ്വത്വബോധത്തെ, വ്യാജമായ സ്വത്വബോധത്തെ പിടിച്ചു കുലുക്കിയിരുന്ന ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഇടശ്ശേരി. അങ്ങനെ മലയാളിയുടെ വ്യാജ സ്വത്വബോധത്തെ പലതവണ പിടിച്ചു കുലുക്കിയയാളാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന അക്കിത്തം അതിശക്തിയോടെ അത് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കണം. ഈ തെരുവിൽ കാക്ക കൊത്തുന്നു, ചത്ത പെണ്ണിന്റെ കണ്ണുകൾ മുലചപ്പി വലിക്കുന്നു, നരവർഗ നവാഹിരി, ഇത് ഞാനൊന്ന് മാറ്റി എഴുതി നോക്കി. വലിയ അപരാധമാണ്, എന്നാലും ഞാനൊന്ന് മാറ്റി എഴുതി നോക്കി. ചത്തൊരു പെണ്ണിൻ കണ്ണുകളല്ലോ തെരുവിൽ കാക്കകൾ കൊത്തുന്നു, നരവർഗത്തിൽ പുത്തരരതിരി മുലകൾ ചപ്പി വലിക്കുന്നു എന്ന് ഞാനൊന്ന് എഴുതി നോക്കി. എത്ര അശക്തമാണ് ഞാൻ അതിനെ പരാവർത്തനം ചെയ്ത് പദ്യത്തിലാക്കിയത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ബോധനത്തിന് വേണ്ടി ഭാരതം ഉപയോഗിച്ച അനുഷ്ടുപ്പ് എന്ന വൃത്തം എന്തുകൊണ്ട് അക്കിത്തം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിൽ പറയാവുന്നത്ര ശക്തിയിൽ മറ്റൊരിടത്ത് മറ്റൊരു തരത്തിൽ പറയാൻ പറ്റില്ല എന്നതുകൊണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് ആലോചിച്ചു നോക്കി. പലരും അതേ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ അനുഷ്ടുപ്പ് വൃത്തത്തിന്റെ അതിലെ പ്രാധാന്യത്തെക്കുറിച്ച്. ഏതാണ്ട് ഗദ്യത്തോടെടുത്ത് നിൽക്കുന്ന ആ വൃത്തമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പദങ്ങളുടെ ക്രമീകരണം എന്നത് ഒരു കവി അയാളുടെ ഒരായുഷ്കാലം കൊണ്ട് അയാളുടെ ജീവിതത്തിലെ അനേകം രാത്രികളെ പകലാക്കിയും അയാളുടെ കഠിന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുമാണ് ഒരു കവി തന്റെ കയ്യിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പദങ്ങൾ തന്റെ കയ്യിൽ വരുമ്പോൾ അത് ഏതു തരത്തിൽ വേണം അടുക്കി പുറത്തേക്ക് പോകാൻ എന്ന് അയാൾ പോലും അറിയാതെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. അക്കിത്തത്തിൽ നിന്ന് അങ്ങനെ അനിച്ഛാപൂർവകമായി പുറത്തേക്ക് വന്ന ഈ വരികളുടെ സംഘാടനം, ആ തരത്തിൽ പദങ്ങളുടെ സംഘാടനം ആ തരത്തിൽ ശ്രദ്ധേയമാണെന്ന് കൂടി ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മളിങ്ങനെ കവികൾ മുന്നേറി, ഇതിലൊക്കെ നമ്മൾ കവി മുന്നേറി എന്ന് പറയാൻ പാടില്ല എന്ന് കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. നമ്മൾ മുന്നേറുക എന്ന വാക്ക് നമ്മുടെ നിരൂപണത്തിൽ, രാഷ്ട്രീയത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ മുന്നേറുക എന്ന് പറയുന്ന സംഭവമാണ്. കവികൾക്കൊന്നും അങ്ങനെ മുന്നേറ്റം പറയേണ്ട. കവി മുന്നേറുക എന്ന് പറയുന്നത് ഒരു ഇടിച്ചു തള്ളി വരുന്നതിന്റെ പ്രതീതി ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നും.
നീ മുന്നേറി. കവി മുന്നേറി എന്ന് പറയുമ്പോൾ കവി ഒരു ബാഹ്യ സമ്മർദ്ദമാ മുന്നേറാൻ വേണ്ടി ചെലുത്തി എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ആ തരത്തിലല്ല. ഇത് അസാമാന്യമായ ഒരു ഡിക്ഷൻ അദ്ദേഹം അങ്ങനെയാണ് അവതരിപ്പിച്ചത്. ഈ നമ്മൾ പറയുന്ന വെളിച്ചം ദുഃഖമാണ് നീ തമസ്സല്ലോ സുഖപ്രദം എന്ന് പറയുന്നത് യേശുദാസിന്റെ പാട്ട് മലയാളികൾ എത്ര തവണ കേട്ടിട്ടുണ്ടോ അത്രയും തവണ മലയാളത്തിൽ ആവർത്തിച്ചിട്ടുണ്ടാവണം. എപ്പോഴും അത് ആവർത്തിക്കും. എന്നോട് ആകാശവാണിയിൽ എന്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ കറണ്ട് പോയപ്പോഴാണ് അദ്ദേഹം എഴുതിയത്. ആകാശവാണി സ്റ്റുഡിയോയിൽ കറണ്ട് പോയപ്പോൾ പെട്ടെന്ന് വെളിച്ചം ദുഃഖമാണ് നീ തമസ്സല്ലോ സുഖപ്രദം എന്ന് എഴുതിയത്. പക്ഷെ അത് നമ്മൾ ഈ ആവർത്തിച്ച് ശക്തി കളയും. ക്ഷീരബല 101 ആവർത്തിച്ചാൽ അതിന് ബലം കൂടുമെങ്കിൽ നമ്മൾ ഈ ചില കാര്യങ്ങൾ ആവർത്തിച്ചാൽ അതിന് ശക്തി കുറയും. ഈ വെളിച്ചം ദുഃഖമാണ് നീ തമസ്സല്ലോ സുഖപ്രദം എന്നത് നമ്മൾ ലക്ഷക്കണക്കിന് തവണ ആവർത്തിച്ച് അതിന്റെ ശക്തി കുറച്ചു പോയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. സകലത്തിൽ നഷ്ടപ്പെട്ടു പോയ ആധുനിക മനുഷ്യന്റെ വിലാപം നമ്മൾ ഇതിൽ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുത്തിനെ സംബന്ധിച്ച് അക്കിത്തത്തിനുണ്ടായിരുന്ന ബോധം തന്നിലൂടെ മറ്റാരോ എഴുതുന്നു എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എഴുതുന്നത് താനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് ഇടശ്ശേരി അത് കേട്ടപ്പോൾ ചോദിച്ചു അത്രേ, അങ്ങനെയാണെങ്കിൽ കവിതയ്ക്ക് കിട്ടുന്ന പ്രതിഫലം എനിക്ക് തന്നൂടെ എന്ന് ചോദിച്ചു. ഞാനല്ല ഇത് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം തന്നൂടെ എന്ന് ചോദിച്ചു എന്നും പറയും. പക്ഷേ ഈ ഉടൻ ഇടശ്ശേരി കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. താൻ പറയുന്നത് എത്ര ശരി എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പത്രവായന നിർത്തി എന്ന കവിതയിൽ അദ്ദേഹം പറയും, ആവില്ലി കൊള്ളിമീൻ ചാട്ടങ്ങൾ അപ്പടി നാവിന്റെ തുമ്പാൽ പിടിച്ചെടുക്കാൻ നാവിലാവാത്തതെമ്മട്ടി ജീർണിച്ച തൂവൽ തലത്ത് പിടിച്ചെടുക്കും എന്ന് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ അപര്യാപ്തതയെക്കുറിച്ച് എങ്ങനെയാണ് ഒരു കവി ആ തരത്തിൽ സന്ദിഗ്ധാവസ്ഥയിലാവുക എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഭാഷയിൽ അപൂർണമിംഗഹോ വന്നുപോ പിഴയും അർത്ഥശങ്കയാൽ എന്ന് പറയുമ്പോൾ വൈലോപ്പള്ളി ഇടശ്ശേരി ചോദിക്കുന്നു, ആവില്ലി കൊള്ളിമീൻ ചാട്ടങ്ങൾ അപ്പടി നാവിന്റെ തുമ്പാൽ പിടിച്ചെടുക്കാൻ. എന്തൊരു ആഗ്രഹമാണെന്ന് നോക്കണം. ഈ ചാടുന്ന കൊള്ളിമീനെ പദങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങളെ അനുഭവിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ തന്നെ ആദ്യമാണുള്ളത്. തൊട്ടു പിന്നാലെ നാവിനാലാവാത്തത് എമ്മട്ടി ജീർണിച്ച തൂവൽ തലത്ത് പിടിച്ചെടുക്കും. ഈ പറയുന്ന കവിതയും എഴുതുന്ന കവിതയും നമ്മളുടെ വാക്ക് എന്നത് നമ്മളുടെ ശബ്ദമാണ് എന്ന് അത് നമ്മളുടെ ആന്തരബലത്തിന്റെ ഭാഗമാണ് ഈ ശബ്ദം എന്ന തിരിച്ചറിവ് കൂടി അതിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ ആന്തരബലത്തിന്റെ ശബ്ദമാണല്ലോ. തോമസ് മാത്യു സാർ പറയുന്നത് പോലെ പ്രാണവായു കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് തോമസ് മാത്യു സാർ പറയുന്നത് പോലെ ഈ ആന്തരബലത്തിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോ ഏകദേശം നിർത്താം. അപ്പൊ ഞാനിത് ഏകദേശം നിർത്താൻ പോകുന്നു. ഇനി ഞാൻ ധാരാളം കുറച്ച് എഴുതിയിട്ടുള്ളൂ, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതുകൊണ്ട് വാക്കുകളോടുള്ള പ്രണയം. ഈശ്വരന്റെ ദിഗ്ഭ്രമം എന്ന കവിതയിൽ നിർമ്മമ ബ്രഹ്മം പോലെ ഇരിക്കാതെ ആഫ്രിക്കയിലും അമേരിക്കയിലും ഏഷ്യയിലും ഓസ്ട്രേലിയയിലും അദ്ദേഹം എല്ലാവരും പറയുന്നത് സകലവും ഹൃദയത്തിന്റെ ടേപ്പിൽ പതിപ്പിച്ച് സ്വക്ഷേത്രത്തിൽ കേട്ടുനോക്കുന്നു എന്ന് പറയാവുന്ന അങ്ങനെ അദ്ദേഹം വിവിധ തരത്തിൽ ഇനി ഒരു കവിതയുടെ ശകലം. പകലത്രയും ശബ്ദലേഖന യന്ത്രത്തിന്റെ പക്കത്ത് ചമ്രമ്പടിൽ ഇരുന്നിട്ട് അനിമേഷൻ മുന്നാളിൽ ചെവിക്കൊണ്ട വാക്യത്തിൽ ഓരോന്നിലും മിന്നിയ സുവർണ രേണുക്കൾ ശേഖരിക്കുന്നു. സംഖ്യയാവുമ്പോൾ അവ മാനത്തേക്കെറിഞ്ഞിട്ട സന്തുഷ്ടി വീണ്ടും സത്യാന്വേഷണം തുടരുന്നു. ശബ്ദലേഖന യന്ത്രത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് മുന്നാളിൽ ചെവിക്കൊണ്ട വാക്കുകൾ ഓരോന്നിലും അങ്ങനെ ഇരുന്നിട്ട് അനിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ കാര്യമേ അറിയൂ. ഇപ്പൊ മറ്റേ അനിമേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കാത്തവൻ എന്നാണ്. നമ്മുടെ അനിമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ആ തരത്തിൽ അന്നേ അക്കിത്തം അനിമേഷനൊക്കെ മനസ്സിലാക്കിയിരുന്നു എന്നല്ല, കണ്ണടയ്ക്കാൻ പറ്റാതെ ശബ്ദലേഖന യന്ത്രത്തിന്റെ അടുത്തിരുന്നതിനെ കുറിച്ചാണ്. ഈ വാക്കിലെ സുവർണ രേണുക്കളെ മാനത്തെറിഞ്ഞ് നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്ന ഈശ്വരനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാവ്യവിധാതാവിനെ കുറിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്താണ് അക്കിത്തം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ചത്? ഈ സൗരമണ്ഡലവും നിത്യനിർമ്മല പൗർണമിയുമാണ്.